വരുമ്പോഴൊക്കെ ഇടങ്ങഴി അരി വീതം ഈ കിണറ്റിൽ കൊണ്ട് വെതറിയാലേ മുത്തച്ഛൻ പട്ടിണിയായി പോവും. കിണറ്റിലെ മീനിന് തിന്നാനുള്ളതൊക്കെ അതിൽ തന്നെയുണ്ട്. നമ്മളായിട്ടൊന്നും കൊടുക്കണ്ട. ഇതാ മീനിന് കൊടുക്കുന്ന ഭക്ഷണത്തെ പറ്റി ടിവിയിൽ പറയണ്ടായിരുന്നു. അത് നമ്മുടെ വീട്ടിൽ ചില്ലുകൂട്ടിലിട്ട് വളർത്തുന്ന മീനുകൾക്ക്. നീ ഇങ്ങനെ പൂച്ചയുടെയും പ്രാണിയുടെയും പക്ഷിയുടെയും ഒക്കെ പുറകെ പോണത് ഞാൻ കാരണമാണെന്നാ നിന്റെ അച്ഛൻ്റെ പരാതി. നല്ല മിടുക്കിക്കുട്ടിയാവണമെങ്കിൽ വെയിലും മഴയും മണ്ണും തട്ടാണ്ട് വളരണം എന്നാണ് അവൻ്റെ വിചാരം. ഇന്ന് അച്ഛൻ വന്ന് കയറുമ്പോ ഇനി അതും പറഞ്ഞോളൂ ചീത്തവിളി കേൾക്കണം. വൈകിട്ട് കൃത്യം 5 മണിക്ക് ചെറുമംഗലം പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ചേരുന്ന പൊതുയോഗത്തിൽ വെച്ച് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി സൗജന്യ തയ്യൽ മെഷീൻ വിതരണം നടക്കുന്നതാണ്. സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മാണിക്കോത്ത് അജയചന്ദ്രൻ നായരാണ്. നിരാലംബരായ 15 സ്ത്രീകൾക്ക് തയ്യൽ മെഷീൻ സൗജന്യമായി നൽകിക്കൊണ്ട് പൊതുകാര്യ പ്രശസ്തനും പ്രമുഖനുമായ ശ്രീ മാണിക്കോത്ത് അജയചന്ദ്രൻ മോൻ വരുമ്പോ നാട്ടിലുള്ള പെൺകുട്ടികളൊക്കെ തുന്നക്കാരികളാവല്ലോ നേരെ. വരവറിയിക്കാൻ ഇങ്ങനെ ചിലതൊക്കെ കാണിച്ചു കൂട്ടണ്ട എന്റെ ദേവസി. അവനിപ്പോ വലിയ പണക്കാരനായില്ലടോ. ഇനി നാളെ സ്കൂളിൽ ചെല്ലുമ്പോ പൗരപ്രമുഖന്റെ മോളെ നാക്കുട്ടികളെ വിളിക്കാൻ പോണത്. കാശ് കൂടുമ്പോ വെളിവില്ലാണ്ടാവണത് ഒരു നാട്ടു നടപ്പാടി. ആ സൂക്കെടുപ്പം നിന്റെ അച്ഛനുമായി. അച്ഛനെ തൊട്ടുള്ള കളി വേണ്ടാട്ടോ. നീ പോടി. എന്റെ മോനെ ചീത്ത പറയാൻ നിന്റെ അനുവാദം വേണോ എനിക്ക്? പതുക്കെ പതുക്കെ സൂക്ഷിച്ചു പോണേ. നീ എത്ര സ്പീഡിൽ വണ്ടി വായിച്ചാലും 5 മണിക്ക് മുമ്പ് പഞ്ചായത്ത് ഓഫീസിൽ എത്താൻ പോണില്ല. കാലാവസ്ഥ മോശമാണെന്ന് പറഞ്ഞ് നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങേണ്ട വിമാനം തിരുവനന്തപുരത്തല്ലേ പോയി ലാൻഡ് ചെയ്തത്. നിക്ക്, രശ്മിയേച്ചി ഒന്നും പറഞ്ഞില്ല. നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങേണ്ട വിമാനം തിരുവനന്തപുരത്ത് പോയി ലാൻഡ് ചെയ്തതിന് ഞാൻ എന്ത് പറയാനാ? അതല്ല ഞാൻ ആദ്യം പറഞ്ഞ കാര്യം. അജയേട്ടന് വരാൻ രശ്മിയേച്ചി വന്ന തയ്യൽ മെഷീൻ വിതരണം ഒന്ന് ഉദ്ഘാടനം ചെയ്ത് തന്നാൽ. ഇപ്പൊ തന്നെ സമയം കഴിഞ്ഞു. അജയേട്ടന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇല്ലെങ്കിൽ മോശമാണെന്ന് പഞ്ചായത്തിൽ ഞാൻ നിർബന്ധിച്ചിട്ടാ ചേച്ചിയെ വിളിക്കാൻ തീരുമാനമായത്. ഞാനോ? നടക്കുന്ന കാര്യം വല്ലതും പറ രമേശ. അതിലെന്താ കുഴപ്പം? 1ഉം 2ഉം അല്ലല്ലോ, 15 നിരാലംബരായ സ്ത്രീകളല്ലേ അജയേട്ടൻ രക്ഷപ്പെടുത്തുന്നത്. അതിനായിരുന്നെങ്കിൽ പൊതുയോഗം നടത്തി മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞ് നടക്കേണ്ട കാര്യം എന്താ? നേരിട്ട് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത് രക്ഷപ്പെടുത്തിയാ പോരെ. അജയേട്ടൻ ജനസമ്മതിയുള്ള ഒരാളാവുന്നത് തെറ്റല്ലല്ലോ. എന്നിട്ട് എന്തിനാ ഇലക്ഷന് നിൽക്കാൻ പോകുന്നുണ്ടോ? ഈശ്വര, ഈ വണ്ടി ഇവിടെ എത്തിയോ? അത് ശരി. പെങ്ങള് ബസ്സിൽ കോളേജിൽ പോവുക, മോള് സൈക്കിളിൽ സ്കൂളിൽ പോവുക. അല്ല രശ്മിയേച്ചി, നമ്മുടെ അജയേട്ടന്റെ വില നില നമ്മൾ നോക്കണ്ടേ? ഒരു കാറല്ലേ ഇവിടെ പൊതിച്ചു മുടി കിടക്കണത്? ഒരു ഡ്രൈവർ വെക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. 1-2 കിലോമീറ്റർ പോവാൻ സൈക്കിള് തന്നെ ധാരാള. നടന്നു പോയാൽ മതി എന്നാ ഞാൻ ഇവളോട് പറയാം. എന്താ രമേശൻ ചെല്ല്. എടത്തി, വിശന്നിട്ട് വയ്യ. എന്താ ഉണ്ടാക്കിയിട്ടുള്ളത്? എനിക്കൊന്നും വേണ്ടാമേ. ഞാൻ മുത്തച്ഛന്റെ വീട്ടിൽ നിന്ന് കൊറേ ചക്ക തിന്നു. എന്നിട്ടൊരു ഇത്തിരി ഇങ്ങോട്ട് കൊണ്ടുവരാൻ തോന്നില്ലേ എടത്തി? മുഴുവൻ ഒറ്റയ്ക്ക് തിന്നു. ചക്ക വേണമെങ്കിൽ ഞാൻ കൊണ്ടുവരാട്ടാ. എന്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. രമേശൻ പോയെ, ചെന്ന് വേറെ ആളെ നോക്കും. രശ്മിയേച്ചി, തയ്യൽ മെഷീൻ ആയതുകൊണ്ടാ ഒന്നുകൂടി ഒന്നും ആലോചിച്ച്. ഒന്നും ആലോചിക്കാനില്ല. നാട്ടിൽ വന്ന എപ്പോഴും വാല് പോലെ കൂടെയുള്ള ആളല്ലേ രമേശൻ. നീ തന്നെ അങ്ങ് ഉദ്ഘാടിക്ക്. അല്ല അതെ, ഞാൻ പറ്റുമോ? ബെസ്റ്റ്. ഉദ്ഘാടിക്കാൻ പറ്റിയ പാർട്ടി. നമുക്ക് അജയേട്ടന്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോയാലോ? അച്യുതൻ നായരത്തെ ഈ കാര്യം പറഞ്ഞ ചെന്നാ തീർന്ന്. ഹലോ അജയേട്ടാ, എവിടെ എത്തി? യോഗ ആരംഭിക്കാൻ പോണുള്ളൂ. ഞാൻ ഇപ്പൊ അങ്ങോട്ട് എത്തും. ദീപാ രവീന്ദ്രൻ സാർ അധ്യക്ഷ പ്രസംഗത്തിൽ അജയേട്ടനെ കുറിച്ച് പിന്നെ പറയാതിരിക്കോ? ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ഓ ഓക്കെ ഓക്കെ ഓക്കെ, അതേറ്റു. എന്താ അജയേട്ടനെ അറിയേണ്ടതേ, ദീപാ രവീന്ദ്രൻ സാർ ആളെപ്പറ്റി 4 വാക്ക് നല്ലത് പറയില്ലെന്നാണ്. പഴയ ലൈനല്ലേ. പഞ്ചായത്തിനെ ഒരു അധികാര സ്ഥാപനമായി ഞാൻ കാണുന്നില്ല. അത് ജനങ്ങൾക്ക് തങ്ങളുടെ ദൈനംദിന ജീവിതത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു സാമൂഹ്യ സ്ഥാപനമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആർക്കും എപ്പോൾ വേണമെങ്കിലും കടന്നു വരാവുന്ന ഒരു തുറന്ന ഭരണകേന്ദ്രമാണിത്. ചെറുമംഗലം പഞ്ചായത്തിലെ ഒരാൾക്കും ഒരു ഉദ്യോഗസ്ഥന്റെയും അനാസ്ഥ കൊണ്ട് ഒരു നടപടിക്രമവും ഭാര്യയായതുകൊണ്ട് പറയല്ല രവീന്ദ്ര, ഇത്രയും ചുറുചുറുക്കുള്ള ഒരു പ്രസിഡന്റ് ഈ പഞ്ചായത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഒരു പ്രശ്ന പരിഹാര സമിതിയെ താനെന്താടോ മുള്ളുമ്പിൽ നിൽക്കുന്നത്? ഇപ്പൊ തന്നെ മണി 5 ആയി കുറിപ്പേട്ട. ഈ പരിപാടിയും കഴിഞ്ഞ് ഇവിടെ ഒന്ന് ഫ്രീ ആയിട്ട് വേണം മോളെയും കൊണ്ട് കലോത്സവത്തിന് പോവാൻ. 8 മണിക്ക് ട്രെയിൻ പുറപ്പെടുമ്പോ എത്തണ്ടേ? ഇത്തവണ മോള് കലാതിലകാവോ രവീന്ദ്ര? നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ കലാവാസന പ്രോത്സാഹിപ്പിക്കാൻ ചെറിയ തോതിലൊരു കലാമണ്ഡലം ഇവിടെ തുടങ്ങാൻ അജയേന്ദ്രൻ നായരോട് പറയണം. അപ്പൊ പിന്നെ രവീന്ദ്രൻ നായരുടെ മോൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ദൂരെ പോണ്ടല്ലോ. അതിനു മുന്നോടിയായാണ് ഈ തയ്യൽ മെഷീൻ വിതരണം. പഞ്ചായത്തിലേക്ക് ഇവ സമ്മാനിച്ച ശ്രീ മാണിക്കോത്ത് അജയചന്ദ്രൻ നായർക്ക് നന്ദി പറയുന്നതിനായി ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. ഇനിയും എന്താണ് ഒരു ക്രാവിയ നോട്ടം? സാമ്പത്തിക സൗകര്യമുള്ള ഈശ്വര, പരിപാടി തുടങ്ങിയ ശ്രീ അജയചന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്യേണ്ട ഈ പ്രോഗ്രാം അദ്ദേഹത്തിന് എത്തിച്ചേരാൻ സാധിക്കാത്തത് കൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അജയേട്ടൻ തന്നെ ഉദ്ഘാടനം ചെയ്യും. സമയമാകുമ്പോ വിളിക്കാൻ പറഞ്ഞിരിക്കുക. അജയേട്ടൻ ഫോണിൽ കൂടി ഉദ്ഘാടനം ചെയ്യും.
എന്തായി രമേശ, ഉദ്ഘാടനത്തിനുള്ള സമയമായ? സ്പീക്കർ ഫോണിൽ ഇടാൻ പോവാ. ആണാ? എങ്കിലേ എന്നെ ഒന്ന് ക്ഷണിക്കാൻ പറ. പറയാ എടാ പ്രസിഡന്റ് മാഡത്തിനോട് എന്നെ ഒന്ന് ക്ഷണിക്കാൻ പറയടാ. പറയാ. ഐ, ഇതെന്താ ഒരു താമസം? താമസില്ല, ഒന്ന് പറഞ്ഞോ. ചെറുമംഗലം പഞ്ചായത്തിലെ 15 സ്ത്രീകൾക്ക് തയ്യൽ മെഷീനുകൾ സമ്മാനിച്ച ശ്രീ അജയചന്ദ്രൻ നായർക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ലെങ്കിലും ഉദ്ഘാടനം ചെയ്യണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ട് അത് ഫോണിലൂടെ നിർവഹിക്കും. അതിനായി അദ്ദേഹത്തിന്റെ സുഹൃത്തും 7ാം വാർഡ് മെമ്പറുമായ രമേശിനെ ഫോണുമായിട്ട് വരാൻ ക്ഷണിക്കുന്നു. പറഞ്ഞോളൂ അജേട്ടാ. സ്പീക്കർ മൈക്കിന് അടുത്താണോടാ? അതെ, പറഞ്ഞോളൂ. പ്രിയമുള്ള എന്റെ നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ട ഞാൻ ചില അവിചാരിതമായ കാരണങ്ങളാൽ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയത് കൊണ്ട് എനിക്ക് നിങ്ങളുടെ മുമ്പാകെ നേരിട്ട് സന്നിധനാവാൻ കഴിഞ്ഞില്ല. എങ്കിലും എന്റെ ശബ്ദം കേൾക്കാൻ അക്ഷമയോടെ കാത്തിരിക്കുന്ന അല്ല രവീന്ദ്ര, ഇതെന്താ കഥ? ഒരു പഴഞ്ചൊല്ലുണ്ട്, കണ്ട കാണാത്തവൻ കുണ്ട കാണുമ്പോൾ കണ്ട സ്വർഗലോകം. അതന്നെ. ഈ തയ്യൽ മെഷീൻ വിതരണം ഒരു തുടക്കം മാത്രമാണ്. ഇനി വികലാംഗർക്ക് മുച്ചക്ര സൈക്കിൾ, അതിലും വലിയ വാഹനങ്ങൾ വേണ്ടവർക്ക് അത്, അങ്ങനെ അതെന്താ വലിയ വാഹനങ്ങൾ? ട്രെയിൻ, അതാവുമ്പോ ഒരുപാട് പേർക്ക് ഒരുമിച്ച് തൊഴിലാവല്ലോ. ഉണ്ടാവണമെന്ന് മാത്രം. ഇനിയുള്ള കാലം നിങ്ങളിൽ ഒരുവനായി, എന്തിന് നിങ്ങൾ തന്നെയായി, ഒരു നിറ സാന്നിധ്യമായി ഞാൻ ചെറുമംഗലത്ത് തന്നെ ഉണ്ടാവും. ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് ഏവർക്കും എന്റെ നന്ദി, നമസ്കാരം. എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത്? മനുഷ്യനെ നടുവൊടിഞ്ഞല്ലോ. എന്ത് ചെയ്യാനാ, വണ്ടി നമ്മുടെ ആണെങ്കിൽ കുഴി സർക്കാരിന്റെ അല്ലേ. എന്തൊരു നാടാ ഇത്. ഇതൊക്കെ കാണുമ്പോ വന്ന വഴിക്ക് തിരിച്ചു പോയാലോ ആലോചിക്കും. അതൊക്കെ സാറിന്റെ ഇഷ്ടം. ഇപ്പൊ വണ്ടി കുഴിയെന്ന് കാരണമെങ്കിൽ സാർ ഇറങ്ങി വന്ന് തള്ളണം. ഞാനോ? അല്ലാതെ പിന്നെ എനിക്കൊറ്റയ്ക്ക് പറ്റുകയല്ല. അല്ല, വേറെ ആരെങ്കിലും? പിന്നെ നമ്മുടെ വണ്ടി തള്ളി തരാൻ വേണ്ടി നാട്ടുകാരൊക്കെ നിരന്ന് നിൽക്കല്ലേ. അല്ല, നാട്ടുകാർക്കൊക്കെ സഹായം ചെയ്യുന്ന ആളല്ലേ. ഈ സഹായം ചെയ്തൂടെ സാറേ? ആ പെട്ടി ഒന്ന് എടുക്കാൻ പറ്റുമോ? എന്റെ അമ്മേ, എന്താടി ഇവള് പിന്നെയും വലുതായോ? നീയാണെങ്കി കാണുമ്പോ ചെറുപ്പായിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ പോയാലേ ഇവളെ കെട്ടിക്കുമ്പോ നിന്നെ ഒരു പ്രാവശ്യം കൂടി കെട്ടിച്ചയക്കേണ്ടി വരുമോ? അനിയത്തിന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഓവ് കണ്ടു. നിന്നെ അവിടെ അച്ഛൻ്റെ അടുത്ത് നിർത്തിയാലേ പഠിപ്പിൽ ശ്രദ്ധയില്ലാതായി പോകും തോന്നിയത് കൊണ്ടാണ് ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. റിസൾട്ട് വരുമ്പോ ആ ഗുണം കാണിച്ചില്ലെങ്കിൽ നിന്റെ മൂക്ക് ഞാൻ മുറിക്കും. അയ്യോ മോനെ, ദേ പറഞ്ഞതിനേക്കാൾ ഒരു 500 റുപ്യ കൂടുതലുണ്ട്. സന്തോഷായല്ലോ. അതെ, ഇനി മുതൽ ഇങ്ങനെയുള്ള യാത്രകളിലേ വണ്ടി കുഴി ചാടിച്ചിട്ട് യാത്രക്കാരനോട് തള്ളാൻ പറയുന്നതിന് മുമ്പേ അയാൾ എങ്ങനെയുള്ള ആളാണെന്നും കൂടി അറിഞ്ഞിട്ട് വേണം തള്ളാൻ പറയാൻ. മനസ്സിലായോ? മനസ്സിലായി. പോ. അച്ചു, അച്ഛന് വഴി പണി കിട്ടി. വണ്ടി തല്ലാൻ കഷ്ടപ്പെട്ടുകൊണ്ടാ വരാൻ വൈകിയത്. പോടി കിടന്ന്. അതിന് നിന്റെ ചേട്ടൻ വേറെ ജനിക്കണം. ഞാൻ 4 യൂണിയൻകാർക്ക് പൈസ കൊടുത്തങ്ങ് തള്ളിപ്പിച്ചില്ലേ. എന്നാലും നമ്മുടെ നാടുണ്ടല്ലോ, ഖട്ടറും പഞ്ചറും ബ്ലോക്കും റോഡ് പടിയും. മടുത്തുപോയി. അജയത്തിന് എഴുന്നേറ്റില്ലേ? ഇല്ല. ഇത് പ്രശസ്ത നർത്തകി നടന കലോദയം പത്മാവതി. നമസ്കാരം. ഇനി എല്ലാ ദിവസവും ഇവിടെ വരും. എന്തിന്? അശ്വതിക്കുട്ടിയെ ഒരു നല്ല നർത്തകിയാക്കി മാറ്റാൻ അജയേട്ടൻ പറഞ്ഞ പ്രകാരം കണ്ടുപിടിച്ച ടീച്ചറാ. സാധാരണ ഇവിടുത്തെ ടീച്ചേഴ്സ് ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം ഇത് മാത്രമേ പഠിപ്പിക്കുള്ളൂ. ഞാൻ പക്ഷെ അങ്ങനെയല്ല. കഥകളി, കഥക, ഒഡീസി ഒക്കെ പഠിപ്പിക്കും. നിർബന്ധിച്ച നങ്ങ്യാർ കൂത്തും മണിപ്പൂരിയും കോലുകളി. അതിലൊന്നും അത്ര വലിയ പ്രാക്ടീസ് ഇല്ല. ഈ രമേശേട്ടന്റെ കാര്യം അങ്ങാടി ഇരുന്നാട്ടെ. ആ കസേര. നമ്മുടെ അച്ഛനെ മണിപ്പൂരി പഠിപ്പിക്കാൻ വന്ന ഡാൻസ് ടീച്ചറാ. ഞാൻ ഇറങ്ങണോ എടുത്തി? അയ്യോ, അജയേട്ടൻ എന്നോട് ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു, ഞാനത് മറന്നു. ഡാൻസ് ടീച്ചറെ. അപ്പൊ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഇത് നമ്മുടെ സ്വന്തം വീട് പോലെയാ. കസേര. അജേട്ടാ, ഈ അജേട്ടാ ഒന്ന് എഴുന്നേറ്റേ. എന്താടി? ഞാൻ രമേശിനൊരു പെണ്ണിനെ കൂട്ടി വന്നിട്ടുണ്ട്. പെണ്ണോ? അജേട്ടൻ പറഞ്ഞിട്ട് വന്നതാന്നാ പറഞ്ഞേ, അച്ഛന് ഡാൻസ് പഠിപ്പിക്കാൻ. അവര് വന്നോ? അച്ചു, നിന്റെ ഡാൻസ് ടീച്ചർ വന്നിട്ടുണ്ട്. ഡാൻസ് ടീച്ചറോ? ആ, വേണമെങ്കിൽ ഇന്ന് തന്നെ ക്ലാസ് തുടങ്ങും. പക്ഷെ സമയം എങ്ങനെയാന്ന് വെച്ചാൽ നീ തന്നെ പറഞ്ഞാൽ മതി. അയ്യേ, എനിക്കിഷ്ടല്ല ഡാൻസ് പഠിക്കാൻ. പിന്നെ നിനക്ക് എന്താ ഇഷ്ടം? കണ്ണി കണ്ട പട്ടിയുടെയും പൂച്ചയുടെ പുറകെ കിടക്കാനോ? ഇഷ്ടമല്ലാത്തത് പഠിക്കാൻ പറ്റുവച്ചാ? എന്താ ഇത്?
എടി ഇക്കാലത്ത് മ്യൂസിക്, ഡാൻസ് അങ്ങനെ എന്തെങ്കിലും ഒന്ന് പഠിച്ചിരിക്കുന്ന ഒരു അന്തസ്സാ. ഇത്തിരി സാമ്പത്തിക ശേഷിയും സൗകര്യമുള്ള വീട്ടിലെ മാതാപിതാക്കളെ കുട്ടികളെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി പഠിപ്പിച്ചിരിക്കും. അതിന് അവൾക്കൂടെ ഇൻട്രസ്റ്റ് വേണ്ടേ? പഠിച്ചു തുടങ്ങിയ ഇൻട്രസ്റ്റ് ഒക്കെ താനേ ഉണ്ടായിക്കോളും. ഇവള് വെറുതെ മ്യൂസിക്കും ഡാൻസും ഒക്കെ പെൺകുട്ടികൾക്ക് ഒരു അഴക. അത് ചെറുപ്പം തൊട്ടേ പഠിച്ചു തുടങ്ങണം. നമ്മുടെ നായന്മാരുടെ ചരിത്രം തന്നെ എടുക്ക്. മിക്കവാറും സ്ത്രീകൾ പണ്ട് തൊട്ടേ കഥകളി, നൃത്തം, ചെണ്ട, വീണ അങ്ങനെ എന്തിലെങ്കിലും ഒന്നിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അടുത്ത യൂത്ത് ഫെസ്റ്റിവലിനെ ഒരു 10 മിനിറ്റ് വരുന്ന ഒരു ഇൻസ്റ്റന്റ് ഐറ്റം സെറ്റപ്പ് ആക്കി തരാൻ ഞാൻ ടീച്ചറിനോട് പറയാം. അതങ്ങ് പഠിച്ചിട്ട് മോള് വാങ്ങണം ഫസ്റ്റ് പ്രൈസ്. എന്നിട്ട് ശ്രീകുട്ടിയെ തോൽപ്പിക്കാനല്ലേ? അയ്യോ, ഈ അസ്ത്രീകരത്തിന് ഇതിനകത്ത് കണ്ടുപോരുന്ന എത്ര വട്ടം പറഞ്ഞിട്ടില്ല ഞാൻ. ഞാൻ ഡാൻസ് പഠിക്കാത്തതിന് പൂച്ചക്കുട്ടിയെ തല്ലി. അച്ഛന്റെ പൂർവ്വകാലം മുഴുവൻ മോൾക്ക് വിളമ്പി കൊടുത്തിട്ടുണ്ടല്ലേ, നല്ല ബെസ്റ്റ് അമ്മ. ഞാൻ പറഞ്ഞു കൊടുത്തതൊന്നല്ല. ഓരോ തവണ ലീവിന് വരുമ്പോഴും കൂട്ടുകാരായിട്ട് ഇവിടെ ഇരുന്ന് സഭ കൂടുമ്പോഴേ നാക്കിനെല്ലില്ലാത്ത പഴങ്കഥകൾ വിളിച്ചു പോകുമ്പോൾ ഓർക്കണം. ഞാനെന്ത് പറഞ്ഞു? കണ്ണി കണ്ട പെണ്ണുങ്ങളുടെ പുറകെ നടന്ന കഥ മോള് കേൾക്ക പറഞ്ഞു, അത്ര തന്നെ. അല്ല, മോക്ക് താല്പര്യമില്ലെങ്കിൽ ഡാൻസ് അല്ലേ, ആർക്കും പഠിക്കാലോ. ആ ചേട്ടൻ വേണേ കുറച്ച് മണിപ്പൂരി പഠിച്ചു, ബിസിനസിന് ഗുണം ചെയ്യും. ഇനി ആ ഓടും കൂടെ എടുത്തോ നായരെ. ഓ, കാലത്ത് തന്നെ ഈ കണി കാണേണ്ട ഗതികേട് വന്നല്ലോ എന്റെ ഈശ്വര. എടാ, പൂരപ്പുറത്ത് കയറുമ്പോ ഒരു അണ്ടർവയർ ഇട്ട് വരണം 1000 പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? ഈ കർക്കടം വരെ കാത്തിരിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു നായരെ? എന്ത് ഇത് കാണാനാ? അയ്യേ, അതല്ല, പിന്നെ ഈ ഓടുമേലേ പൂരപ്പുറത്ത് കയറാൻ ഈ കോരെങ്ങനെ കിട്ടണ്ടേ? എടോ, താൻ ഈ ഓടൊക്കെ നിർത്തി കൊടുത്തേ. എനിക്ക് നേരില്ല. എനിക്ക് ആ ദേവമ്മയുടെ പശുവിനെ ചവിട്ടിക്കാനുണ്ട്. ഞാൻ പോണ്. നീ ദേവമ്മയുടെ പശുവിനെ ചവിട്ടിച്ച് നോക്ക്. എന്താ ദിവസേട്ടാ, സുഖം തന്നെയല്ലേ? എനിക്കൊരു വിസ ഒപ്പിച്ചു തരാന്ന് പറഞ്ഞിട്ട് എന്തായി മോനെ? എന്തിന്? അവിടെ ചെന്നിട്ട് പശുവിനെ കറക്കാനാ? പശു ഇല്ലെങ്കിൽ എന്താ, ഒട്ടകല്ലേ? എത്തൂല്ല. അവിടുന്ന് ഫ്ലൈറ്റ് കയറിയപ്പോ തന്നെ ഞാൻ വിചാരിച്ചതാ ഇവിടെതാ ഇങ്ങനെ പെരപ്പുറത്ത് ഒരാളുണ്ടാവുന്നു. മഴക്കാലം തുടങ്ങിയില്ലേ, ഇനി പതിവ് കലാപരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ. തിരുവനന്തപുരത്ത് ചെന്ന് ഇറങ്ങിയതുകൊണ്ട് നിന്റെ ഉദ്ഘാടനം മുടങ്ങിയില്ലേ? കഷ്ടായി. അതെ, ചില തീരുമാനങ്ങളുമായിട്ടാണ് ഇപ്രാവശ്യം ഞാൻ വന്നിരിക്കുന്നത്. നമ്മളെ ഈ വീട് പൊളിച്ചു കളഞ്ഞിട്ട് പുതിയ ഒരെണ്ണം പണിയണം. അച്ഛൻ ഈ പ്ലാൻ ഒന്ന് നോക്കിക്കേ. നാളെ രാവിലെ എഞ്ചിനീയറോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. എത്ര സ്ക്വയർ ഫീറ്റാ? നീ ഓട് വെച്ചൊന്ന് തീർക്ക്. അതെ, വെച്ച് തിരികെ. ഇതിനകത്ത് കയറിയാൽ തന്നെ പൊട്ടിയ ഓടിനകത്ത് കൂടെ വെള്ളം വീടിനകത്ത് നിരത്തി വെച്ചിരിക്കുന്ന കുറെ പാത്രങ്ങളിലേക്ക് ഇങ്ങനെ ടൈ 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 എന്ന് വീഴുന്നൊരു പഴയ ശബ്ദം ഉണ്ടല്ലോ, അതാ ഓർമ്മ വരിക. അതിനിപ്പോഴും മാറ്റമൊന്നുമില്ലടാ. എനിക്കെന്തോ പുറത്ത് മഴ പെയ്യുമ്പോ അകത്ത് പാത്രങ്ങളിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ട് കിടക്കണത് ഭയങ്കര ഇഷ്ടമാണ്. അത് ജനലും വാതിലും കൊട്ടിയടച്ച് AC റൂമിൽ കിടന്നാൽ കിട്ടില്ല. ഇതാണ് കൊടുത്തേ. കോഴികൾ പട്ടിണി എടുക്കുക എന്ന് വെച്ചാ പൊട്ടക്കണക്കിലെ തവളയായിട്ട് കാലം കഴിക്കണമെന്ന് തന്നെ. അതെ, എനിക്ക് വേണമെങ്കിൽ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കാനൊക്കെ അറിയാം. പക്ഷെ അതിന് തോന്നണില്ല. നമ്മൾ രക്ഷപ്പെടുമ്പോ അതേ സ്റ്റാറ്റസിൽ നമ്മുടെ കുടുംബക്കാർ കൂടി ജീവിക്കണമെന്ന് ഞാനൊന്ന് ആഗ്രഹിച്ചു പോയി. അതിലിപ്പോ എന്താ വലിയ തെറ്റ്? നിന്റെ കയ്യിലിപ്പോ കാശുണ്ട്, അതുകൊണ്ട് അജയേന്ദ്രൻ നായരുടെ അച്ഛനാണ്, അളിയനാണ്, പെങ്ങളാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇത്തിരി കൊള്ളാവുന്ന ആളുകൾ വേണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞങ്ങളെ നിന്റെ കണ്ണിൽ പിടിക്കണില്ല. അതല്ലേ ഈ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഇന്നാളെ എന്തോ പറഞ്ഞ കൂട്ടത്തിൽ നിന്റെ മോള് പറയാ അവൾക്ക് 10 ജോഡി യൂണിഫോം ഉണ്ട്. അതും നീ പറഞ്ഞ സ്റ്റാറ്റസിൽ പെടില്ലേ? എന്നാ പിന്നെ പണ്ട് ഞാൻ സ്കൂളിൽ പോയിരുന്ന പോലെ ഒരേ യൂണിഫോം തന്നെ വീണ്ടും വീണ്ടും കഴുകി വൃത്തിയാക്കി എന്നും ഇടിപ്പിച്ചു വിടാൻ ഞാൻ അവളെ. എടാ, 10-35 വയസ്സ് കഴിഞ്ഞ ഒട്ടുമിക്ക മലയാളികളോടും നീ ചോദിച്ചു നോക്ക്, അവരുടെ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു. നീ മാത്രല്ല, അവരെല്ലാവരും കിലോമീറ്ററുകളോളം നടന്ന് സ്കൂളിൽ പോയവരാ. 1-2 യൂണിഫോം മാത്രം ഇട്ട് പഠിച്ചവരാ. ഓണത്തിനും വിഷുവിനും പെരുന്നാളിനും മാത്രം കോടിയെടുത്ത് ശീലിച്ചവരാ. ഇപ്പൊ കാലം മാറി. പണ്ട് ആവശ്യത്തിനായിരുന്നെങ്കിൽ ഇന്ന് ആർഭാടത്തിന് വേണ്ടിയാ പണം ചെലവാക്കുന്നത്. അതല്ലേ സുഖു ഈ സ്റ്റാറ്റസ് എന്ന് പറയണത്. അളിയോ, ഇന്നലെ വരവാകെ ചുറ്റിയല്ലേ? ഇതാച്ചാ വളം. ബ്ലോക്ക് ഓഫീസിൽ എന്താ തിരക്ക്, ഇതൊന്ന് കിട്ടാൻ പെട്ട പാട്. അളിയനിപ്പോഴും എന്തായാലും പേര് കുമാരൻ, അയാളുടെ ഓട്ടോ തന്നെ ഓടിക്കുന്നു. അല്ലാതെ പിന്നെ. അതെ, സംസാരിച്ചൊക്കെ സമയമില്ല അളിയ. വൈകിട്ട് ഞാൻ രാധയും കൂടെ വീട്ടിലേക്ക് വരാം. നാളെ ഞങ്ങളുടെ യൂണിയന്റെ ജില്ലാ കൺവെൻഷനാ. പ്രസിഡന്റ് ആയതുകൊണ്ട് നിന്ന് തിരിയാൻ സമയമില്ല. അച്ഛാ, ഈ യൂണിയൻ കാര്യത്തിൽ കാണിക്കുന്ന ഉത്സാഹം സ്വന്തം കാര്യത്തിൽ കാണിച്ചുകൂടെ അളിയന്? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു കട തുടങ്ങാൻ സഹായിക്കാന്ന് പറഞ്ഞതാ. എവിടെ 1-2 കാറ് വാങ്ങി റെന്റേ കാർ ബിസിനസ് തുടങ്ങാൻ പറഞ്ഞപ്പോ അതും വല്ലവന്റെ.
ആ വരുമാനം കൊണ്ട് അവൻ നിന്റെ പെങ്ങളെയും കുട്ടികളെയും അന്തസ്സായിട്ട് നോക്കണില്ലേ? ആരുടെ മുന്നിലും കൈ നീട്ടാൻ പോണുമില്ല. പിന്നെന്താ? എന്നാൽ ആരുടെ സഹായം വാങ്ങില്ല എന്തിനാ ഈ ദുരഭിമാനം? ഒന്നുമില്ലെങ്കിലും ഞാൻ അവന്റെ അളിയനല്ലേ. നിന്റെ ഭാഷയിൽ അത് ദുരഭിമാനം, പക്ഷെ അവന്റെ ഭാഷയിൽ അതിന് ആണത്തൊന്നും കൂടി അർത്ഥമുണ്ട്. അവന് അവന്റെ സ്റ്റാറ്റസ് നോക്കണ്ടേ? നിനക്ക് ചായ വേണോ? എനിക്കൊന്നും വേണ്ട. ഇതെന്താ കുപ്പിയ? എന്തേ കഴിഞ്ഞ തവണത്തെ പോലെ ആ ദേവസ്വേട്ടൻ ഇവനെ പോലുള്ള നാട്ടുകാർക്കും വിളമ്പി തീർക്കണ്ട. 10,000 രൂപ വിലയുള്ളതാ. ശനിയാഴ്ച വൈകുന്നേരം വേഷപ്പന്റെ ഷാപ്പിൽ നിന്ന് ഒരു കുപ്പി കള്ള്. ആ ശീലം തന്നെ ഇപ്പോഴും ഉള്ളൂ. ഇതൊന്നും ഞങ്ങളുടെ സ്റ്റാറ്റസിന് ചേരില്ല. എന്നാ കൊണ്ടുപോയി കളയും. ഏയ് നീ പോവാ. തിരക്കില്ലെങ്കിൽ കുറച്ചു നേരം നമുക്ക് ഇരുന്നിട്ട് പോവാടാ. ഇവിടെ കൊറേ കാലായില്ലടാ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. എന്നാ പിന്നെ ചായ ഞാൻ ഉണ്ടാക്കാം. ആയിക്കോട്ടെ, കൊണ്ടുവന്ന കുപ്പിയോ? എന്താണ് സൂത മീൻ വിൽക്കാനുള്ള തീർന്ന് പിന്നെ എന്തിനാ കൂണ ഒരു ശീലം. എന്നാ പിന്നെ തനിക്ക് ഏതെങ്കിലും തിയേറ്ററിൽ പോയിരുന്നു കൂടിക്കൂടെ? ഇപ്പൊ അതും ഒരു ശീലമാണല്ലോ. അജയനും ഇങ്ങോട്ട് എത്തിയ എന്നിട്ട് അവിടെ അവിടെ നിനക്ക് ഇവിടെ യൂറോപ്യൻ ക്ലോസറ്റ് വെച്ചോട്ടാ സുഗത. മനുഷ്യൻ മെനക്കെട്ട് പോയി. നിന്നെ കാണാൻ ഇന്നങ്ങോട്ട് വരണമെന്ന് കരുതിയതാ. അതെ, ഇങ്ങോട്ട് വന്നതോ പോണ വഴിക്ക് കാര്യം സാധിക്കാൻ കയറിയതോ? ഓടാ അവിടുന്ന്. ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നത്. ഇതെന്തടാ ഇത്? ഇപ്പോഴും പണി മുഴുവൻ തീർന്നില്ല അല്ലേ? ദുബായിക്കാരനാണെന്നുള്ള ഗെയിമിൽ ഒരു ഊക്കിന് തുടങ്ങി വെച്ചതാ. തീർക്കണം. എന്നാ പിന്നെ തീർത്തൂടെ? എത്ര കാശ് വേണം? ഒരു 2-3 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ തീരില്ലേ? പണി വേണമെങ്കിൽ നാളെ തന്നെ തുടങ്ങിക്കൂടാ. കാശിൻ്റെ കാര്യം ഓർത്ത് പേടിക്കണ്ട. നിന്റെ കയ്യിൽ കാശുണ്ട്, അത് നീ ചോദിക്കാതെ തന്നെ തരുമെന്ന് എനിക്കറിയാം. പക്ഷേ സ്വന്തമായിട്ട് വേർത്തുണ്ടാക്കിയ കാശ് കൊണ്ട് വിടുന്ന വീട്ടിൽ കിടന്നാലേ എനിക്ക് ഓർമ്മ വരും. ഇതാണ് ഇവന്റെ കുഴപ്പം. ആവശ്യമില്ലാത്തൊരു കടുംപിടുത്തം. വെറുതെ അല്ല ദുബായിന്ന് കുറ്റിയും പറിച്ചും കൊണ്ട് പോകുന്നത്. ഇവൻ വിസ അയച്ചു തന്നിട്ടില്ല ഞാൻ പോയത്. ഞാൻ അവിടെ പിടിച്ചു നിന്നു, രക്ഷപ്പെട്ടു. ഇവനോ? എനിക്കെന്താ കുഴപ്പം പറ്റിയത്? അല്ലെങ്കിൽ തന്നെ ദുബായിൽ ഞാൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? AC ഉള്ള ഫിഷ് മാർക്കറ്റിൽ മീൻ കച്ചവടം. നാട്ടിൽ വന്നപ്പോൾ നമ്മളെ വെയിലും മഴയും കണ്ട് ഒന്നും പറഞ്ഞ് മീൻ വിൽക്കുന്നു. എനിക്ക് നല്ലതെന്ന് തോന്നണത് ഇതാ. കാശ് മാത്രം പോരല്ലോ, നമ്മുടെ ചോറും മീൻകറിയും ബീവറേജിന്റെ മുമ്പിൽ ക്യൂവും അതും കൂടി ആസ്വദിക്കാനുള്ളതല്ലടാ നമ്മുടെ ജീവിതം. ഇതൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് അയ്യേ വെറുതെ അല്ല വീട് 4 കൊല്ലമായിട്ട് ഇങ്ങനെ തന്നെ നിൽക്കണത്. ഇനിയിപ്പോ സ്വന്തം വേർപ്പ് കൊണ്ട് വീട് പണിയുന്നാണെങ്കിൽ അതിനുള്ളൊരു വഴി ഞാൻ പറഞ്ഞുതരാം. സാറ് സമ്മതിക്കോ? എന്താ പറ. ഈ മീൻ ഈ സൈക്കിളിൽ കൊണ്ടുവരുന്ന വിൽക്കുന്ന ഏർപ്പാടങ്ങ് നിർത്ത്. ഒരു പെട്ടിയോട്ടോ മേടിക്കും. അതിനുള്ള കാശ് ഞാൻ തരാം. എന്നിട്ട് അതിരാവിലെ കടപ്പുറത്ത് പോയിട്ട് മീൻ ലേലത്തിന് പിടിക്കണം. എന്നിട്ടെന്താ ഒരു ലെവലായ ഇത്തിരി ലോൺ എടുക്കുക, ഒരു ഫിഷിംഗ് ബോട്ട് വാങ്ങുക. എന്നിട്ട് ഒന്നുകൂടി ലെവലായ കുറച്ചുകൂടി ലോൺ എടുത്തിട്ട് ഒരു 3-4 ഫിഷിംഗ് ബോട്ട് വാങ്ങാം. അതെ, അങ്ങനെ തന്നെ വികസിക്കുക. എന്നിട്ട് ലോൺ അടക്കാൻ കാശില്ലാണ്ടാവുമ്പോ ഞാനും ഭാര്യയും മക്കളും കൂടി ഓരോ ബോട്ടിൽ കയറി കെട്ടി തൂങ്ങി ചാവാം. ഇതാണ് ഈ മലയാളികളുടെ കുഴപ്പമെന്ന് പറയണത്. എന്തിനാ പൊളിയുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്? എടാ കഴുതേ 4 കാശ് കയ്യിൽ വന്നു കഴിഞ്ഞാൽ മനസമാധാനമായിട്ട് ഭാര്യയും പിള്ളേരായിട്ട് സുഖമായിട്ട് ജീവിച്ചൂടെ? അത് തന്നെയല്ലേ ഞാനിപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നത്. സുഖമായിട്ട് തന്നെയല്ലേ ജീവിക്കണത്. എടീ, നിനക്ക് മനസ്സമാനത്തിന് വല്ല കുറവുണ്ടോ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാത്തോണ്ട്? ഇവിടെ എല്ലാവർക്കും എന്റെ അച്ഛൻ അച്യുതൻ നായരുടെ അതേ സ്വഭാവം. ഹലോ എടാ, ഞാൻ അങ്ങോട്ട് പുറപ്പെട്ടു. കാപ്പിയൊന്നും വേണ്ട, പോയിട്ട് അല്പം ധൃതിയുണ്ടേ. ഒരു സാധനം പിടയ്ക്കാൻ പോവാ. കുറച്ച് മീനെടുത്ത് കാറിൽ വെക്കട്ടെ, ഉണക്കിയത്. പിന്നെ നിന്റെ ഉണക്കമീൻ കൊണ്ടുപോകാൻ നിക്കല്ലേ ഇവൻ. ഇതേ പഴയ അജയചന്ദ്രൻ നായരൊന്നും അല്ല. കൊണ്ടുപോയാൽ എന്താന്ന്? നിങ്ങളൊക്കെ എന്തിനാ എന്നൊരു അന്യനായിട്ട് കാണുന്നത്? അന്യനായിട്ട് കാണല്ല ചെയ്യാ. നല്ല ഭംഗിയുള്ള ഒരു മുല്ലപ്പൂമാലയുടെ അറ്റത്ത് ഒരു ചാളത്തല വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഒരുപാട് പേര് വന്ന് നോക്കിയതാ. പണം മാത്രം പോരല്ലോ. അതെ, നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കുന്ന വണ്ടി ഒരാൾക്ക് കൊടുക്കുമ്പോ വാങ്ങുന്നവന്റെ പാരമ്പര്യം കൂടി നോക്കണ്ടേ? പാരമ്പര്യം നോക്കാൻ ഇത് മോളെ കെട്ടിച്ചു കൊടുക്കുന്ന കാര്യമൊന്നുമില്ലല്ലോ. വണ്ടി കച്ചവടല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം അതിലും വലുതാ. അതേ, ബാർഗെയിനിങ്ങിനൊന്നും ഞാനില്ല. പറഞ്ഞ കാശും എന്റെ വണ്ടിയും കൂടി അങ്ങ് തരും. അതൊന്നും പറ്റില്ല. ഞാൻ പറഞ്ഞതിൽ ചില്ലി കാശ് കുറയില്ല. എന്താ അച്ചായ ഇത്? ഒരുമാതിരി മീൻ കച്ചവടം നടത്തണ പോലെ. അജേട്ടൻ കുറേ കൂടി കയറ്റി വെക്കും. അതെ, ആ താക്കോൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ട് അതങ്ങോട്ട് ഉറപ്പിക്ക്. അജേട്ടാ കൊടുത്തേ. അല്ല
ഇപ്പോഴാണ് വണ്ടിയുള്ളതിനൊരു അന്തസ് വന്നു. അതെ, ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ട 4 ആള് പറയണം താ കിടക്കണു അജേന്ദ്രൻ നായരുടെ ബെൻസ്. ആ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ റേഷൻ കടയല്ലേ ഇത്? ആ. പ്രസിഡന്റ് ലിഫ്റ്റ് വേണ? വേണ്ട. വേണ്ടാന്ന്. അജയേട്ടൻ എന്തൊരു പ്രത്യേക സന്തോഷം ഉണ്ടടാ. അവൾ എന്നെയാ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇപ്പൊ വെയിലത്ത് നിന്ന് വേർക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ബെൻസിൽ ഞെളിഞ്ഞിരുന്നങ്ങ് പോവായിരുന്നില്ലേ? ആ പക ഇപ്പോഴും മനസ്സിൽ നിന്ന് പോയിട്ടില്ലല്ലേ? ആദ്യം സ്നേഹിച്ച പെണ്ണ്, ആദ്യം സ്വന്തമാക്കാൻ മോഹിച്ച വണ്ടി, ആദ്യം പണിയാൻ കൊതിച്ച വീട്, അതൊന്നും അത്ര പെട്ടെന്ന് മനസ്സിന്ന് പോകൂല രമേശ. പെണ്ണിനെ പോലല്ലോ വീട്, അത് ഇനിയും പണിയാലോ. പണിയണം. പൂമുഖവും നടുമിറ്റവും 4 കെട്ടക്കുള്ളൊരു വലിയ തറവാട്. ഈ സിനിമകളിലൊക്കെ കാണില്ലടാ, അതുപോലെ ഒരെണ്ണം. പക്ഷെ അങ്ങനെയാണെങ്കിൽ അതിന് മുമ്പിൽ ഒരു ബോർഡും വെക്കാം, വരിക്കാശ്ശേരി മനാന്ന്. അല്ല, പേര് നിർബന്ധമില്ല. പക്ഷെ അതിനു മുമ്പിൽ അജയേട്ടൻ ചാരുകസേരിൽ ഇങ്ങനെ കിടക്കണം, അരികത്ത് മുറുക്കാൻ ചെല്ലും കോളാമ്പിയൊക്കെ ആയിട്ട്. ഒരു പണിയില്ലാത്ത 3-4 പേര് വെറുതെ അജയേട്ടന് ചുറ്റി ചമ്രം പടിഞ്ഞിങ്ങനെ ഇരിക്കണം. അജയേട്ടൻ നടുക്കിലിരുന്ന് ഏതോ ഒരു ഗുരുവിന്റെ കബറിൽ പച്ചമണ്ണ് വാരിയിട്ട് പാടിയ പാട്ടും പാടണം. അവിടെയാടാ കുഴപ്പം. അങ്ങനെ ഒരു വീടിന്റെ പ്ലാനുമായിട്ട് ചെന്നപ്പോ അച്ഛനൊരു പൊട്ടിക്ക് സമ്മതിക്കുന്നില്ല. ആദ്യം ഗൾഫിൽ പോയപ്പോ എല്ലാ ഗൾഫുകാരും ചെയ്യുന്ന പോലെ ചാടി കയറി ഒരു വീടങ്ങ് പണിതു. അത് തീരെ ചെറുതായി പോയതുകൊണ്ടാ ഇപ്പൊ താമസിക്കുന്ന വീട് ജോർജ് ചേട്ടനിൽ നിന്ന് വാങ്ങിയത്. അതെന്റെ സങ്കല്പത്തിൽപ്പെട്ടതായുമില്ല. അതിനെന്താ, സങ്കല്പത്തിലുള്ള വീട് വേറൊരു സ്ഥലത്ത് പണിതൂടെ? പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പിൽ 80 സെന്റ് സ്ഥലം കിടപ്പുണ്ട്. അവിടെ ആകുമ്പോൾ ബസ് സ്റ്റോപ്പിൽ വരുന്നവർ മുഴുവനും വീട് കാണും. കൂട്ടത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റും. എന്തേ? അല്ല, അവിടെ നല്ല ഷോപ്പിംഗ് കോംപ്ലക്സ് അല്ലേ? ഇനിയുള്ള കാലം നാട്ടിൻപുറത്ത് ആരെങ്കിലും ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയോ? അതൊക്കെ നമുക്ക് സിറ്റിയിൽ പണിയാലോ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ആ സ്ഥലത്തിന്റെ കരാറ് നാളെ നടക്കാനില്ല ചേട്ടാ. ഒരാഴ്ചക്കുള്ളിൽ തീരും ഉണ്ടാവുന്ന കേട്ടത്. നീ ഇതെന്താ നേരത്തെ പറയാത്തത്? അഡ്വാൻസ് ഇത്തിരി കൂട്ടിക്കൊടുത്താലോ? രക്ഷയില്ല. അത്രയ്ക്ക് മോഹമാണെങ്കിൽ നമുക്ക് ഇന്ന് കയറി വെട്ടാം. ഒരു പൊടിക്ക് പൈസ കയറ്റി വെച്ചിട്ട് കൈയോടെ തീർന്ന് പറഞ്ഞാല് സംഗതി തിരിയും. അത്രയും പൈസ റോൾ ചെയ്യണമെങ്കിൽ ഒരു മാസമെങ്കിലും എടുക്കും. അല്ലെങ്കിൽ പിന്നെ ബാങ്കിൽ നിന്ന് FD പൊളിക്കണം. ആ മാനേജർ ഒരുപാട് നിർബന്ധിച്ചിട്ട് പൈസയാ. 2 മാസമാവുന്നുള്ളൂ. ഇപ്പൊ തന്നെ തിരിച്ചെടുക്കാന്ന് പറഞ്ഞാൽ അത് ഒരു കുറച്ചിലല്ലേ? കുറച്ചില്ല. പൈസ അറേഞ്ച് ചെയ്യാൻ അജയേട്ടൻ എത്ര ദിവസം വേണ്ടി വരും? 1 മാസം. അത് കഴിഞ്ഞ കോടികളല്ലടാ കയ്യിൽ വരാൻ പോണത്. അവര് പറയുന്ന വില. 1 മാസം വരെ റോൾ ചെയ്യാൻ പൈസ കിട്ടിക്കഴിഞ്ഞാ നാളെ കച്ചവടം നടത്താലോ. ഡൺ. അജേന്ദ്രൻ നായരെ പോലുള്ള ഒരാൾക്ക് പണം കടം തരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഈ രമേശിന്റെ കെയർ ഓഫിൽ തന്നെ നിങ്ങളുടെ നാട്ടിലുള്ള ഒരുപാട് കച്ചവടക്കാർക്ക് ഞങ്ങൾ പണം കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ കൃത്യമായിട്ട് തിരിച്ചു തരാറുണ്ട്. പിന്നെ കമ്മീഷൻ കിട്ടുന്നതുകൊണ്ട് മുടക്കം വരാൻ രമേശ് സമ്മതിക്കാറുമില്ല. അയ്യോ, ഇതിന് കമ്മീഷൻ ഒന്നുമില്ല. ഇത് നമ്മുടെ സ്വന്തം ആളല്ലേ? അതെ. അപ്പോ എത്ര നാളത്തേക്കാ പണം വേണ്ടത്? ഒരു മാസം. അപ്പോഴേക്കും ഫണ്ട് വരും. ആയിക്കോട്ടെ. എങ്കിലൊരു ധൈര്യത്തിന് ഒരു 3 മാസത്തെ അവധി വെക്കാം. ഈ മണി ഫ്ലോയുടെ കാര്യമാണല്ലോ. എന്തെങ്കിലും ഒരു ചെറിയ തടസ്സം വന്നാ പിന്നെ വിഷമിക്കാൻ നിൽക്കണ്ടല്ലോ. സാധാരണ വീക്കിലി കളക്ഷൻ ബേസിലാണ് ഞങ്ങൾ പണം കൊടുക്കാറ്. പിന്നെ ഇതൊരു സ്പെഷ്യൽ കേസ് ആയതുകൊണ്ട് മാത്രം ആ ഉപകാരം തിരിച്ചിങ്ങോട്ടും വേണം. നായരുടെ കയ്യിൽ പൈസ വരുമ്പോ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ബാങ്കിൽ കൊണ്ടുപോയിടാൻ നിൽക്കണ്ടെന്നർത്ഥം. ഞങ്ങളെ ഏൽപ്പിച്ച ഇരട്ടിയായി തിരിച്ചു തരും. അതെ, ആലോചിക്കാം. അപ്പൊ ബിസിനസ് നിങ്ങൾ തമ്മിൽ നേരിട്ടായ തന്നെ ഞങ്ങൾ മറക്കൂ രമേശ. അപ്പോ കാര്യങ്ങൾ നടക്കട്ടെ. നാളെ രജിസ്ട്രേഷന് മുമ്പായി പണം അവിടെ എത്തിയിരിക്കും. ഒരു പുതിയ ബിസിനസ് ഡീൽ തുടങ്ങുന്നതിന് മുമ്പ് അതൊരു 2 പെഗൊഴിച്ച് നനച്ചുറപ്പിക്കുന്നല്ലേ നല്ലത്? അതിനെന്താ എന്താ സംശയം? എന്നാ പിന്നെ നനയ്ക്ക് തന്നെ. ഇത് കണ്ടോ എടുത്തി? വഴിയിലെങ്ങാണ്ട് കിടന്നിരുന്ന പൂച്ചയാ. കാലം മുറിഞ്ഞിരിക്കാന്നും പറഞ്ഞ് അതിനെയും പിടിച്ചുകൊണ്ടുവന്ന് ദേ ഇപ്പം മരുന്ന് വെച്ച് കിട്ടുക. ഇവളാരാ, വെറ്റിനറി ഡോക്ടറോ? ദേ അച്ചു, അല്ലെങ്കിൽ തന്നെ നിന്റെ പൂച്ച അച്ഛനും തമ്മിൽ കടിപിടിയാ. ഇനി ഇതിനെ കൂടി കണ്ട ഇതേതാ കാറ്? ഇനി ഇതാണ് നമ്മുടെ കാറ്. അപ്പൊ മറ്റേതോ? വിറ്റു. അയ്യോ, അത് വിറ്റോ? എടി കാർ എങ്ങനെയുണ്ടെന്ന് പറ. കലക്കി. കണ്ടാ, അവൾക്ക് വിവരമുണ്ട്.
എടി നിലയും വിലയും മാറുന്നതനുസരിച്ച് ജീവിത സാഹചര്യങ്ങളും മാറണം. പണ്ട് കാലത്ത് നാട്ടിൽ 1-2 കുടുംബങ്ങളെ സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടവരുണ്ടായിരുന്നുള്ളൂ. ഇന്നതല്ല, എല്ലാവന്റെ കയ്യിലും പൂത്ത കാശ. അതിന്റെ ഇടയിൽ ഇത്തിരി പരിഗണന കിട്ടണമെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറണം. അതിലും ഭേദം എന്റെ കയ്യിൽ ഇത്ര നീക്കിയിരിപ്പുണ്ട്, ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരൻ ഞാനാണ് എന്നൊരു നോട്ടീസ് അടിച്ചിറക്കിയാ പോരെ. ആ പത്രക്കാരന്റെ കയ്യിൽ കൊടുത്താൽ രാവിലെ തന്നെ എല്ലാ വീട്ടിലും എത്തും. നീ അല്ലെങ്കിൽ കൊനഷ്ടേ പറയൂ. ഇറങ്ങി പുറത്തേക്ക്. ഈ വൃത്തികെട്ട മൃഗത്തിനെയും കൊണ്ടാണോ ഇതിനകത്ത് കയറുന്നത്? മൃഗോ? പിന്നല്ലാതെ ഇതെന്താ പക്ഷിയാ? ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള വണ്ടിക്കകത്ത് അവൾക്ക് കേറ്റാൻ കണ്ടൊരു സാധനം. ഈ പൂച്ചിപ്പ് ഇതിനകത്ത് കയറിയെന്ന് വെച്ചാൽ എന്താ കുഴപ്പം? എനിക്കിഷ്ടമല്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അജേന്ദ്രനാഥന്റെ വീട്ടിലെ പൂച്ചയ്ക്കും കാണില്ല ഇച്ചിരി ഗമയും പത്രാസും ഒക്കെ. ഈ വീട്ടിലെ പൂച്ച വരെ ബെൻസിലാ പോണേന്ന് പറയാലോ. എന്റെ അപ്പനായിട്ട് തുടങ്ങിയതായി ടാക്കീസ്. അന്ന് പ്രേമനസീർ വന്നിട്ട് അത് ഉദ്ഘാടനം. ഓർമ്മയുണ്ട്. അന്ന് ഞാൻ കൊച്ചു കുട്ടിയായിരുന്നു. ഉദയായുടെ പൊന്നാപുരം കോട്ടയായിരുന്നു ഉദ്ഘാടന ചിത്രം. നമ്മൾ അതൊരു 5-8 പ്രാവശ്യമെങ്കിലും കണ്ടേ സുഗത? എനിക്കെങ്ങ് ഓർമ്മയില്ല, ഞാൻ തൂറിൽ പിടിച്ചെടുക്കായിരുന്നു. കണ്ടിട്ടുണ്ട് സുഗത, കണ്ടിട്ടുണ്ട്. തറയിലും ബെഞ്ചിലും ഒക്കെ ആയിട്ടിരുന്ന് എത്ര പടങ്ങളാ കണ്ടിട്ടുള്ളത്. അത് തന്നെ സ്വന്തമാക്കാന്നൊക്കെ പറയുമ്പോ എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. എനിക്കും. എന്താ സുഗത ഒരു താല്പര്യമില്ലാണ്ട്? സിനിമ കാണാൻ തിയേറ്റർ വാങ്ങേണ്ട കാര്യമില്ലല്ലോ, ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ. സുഗതേട്ടാ, നിങ്ങൾ മീൻ വിൽക്കണ പോലെ എല്ലാം കാണരുത്. സുഗത, ഈ സിനിമാ ടാക്കീസ് എന്ന് പറയുന്നത് ഒരു നാടിന്റെ മനസ്സാ. ജാതിയും മതവും പണവും ഒന്നും നോക്കാതെ ആളുകൾ ഒത്തൊരുമിച്ച് വന്നിരിക്കുന്ന ഒരേയൊരു സ്ഥലം സിനിമാ ടാക്കീസ് മാത്രം. അപ്പൊ ബാറാ, അവിടെ ജാതിയൊക്കെ ആണല്ലോ കച്ചവടം. പലരും വന്നതാ. ചിലവര് കല്യാണ മണ്ഡപം, ചിലവർക്ക് ഷോപ്പിംഗ് കോംപ്ലക്സ്. പക്ഷെ തിയേറ്റർ നടത്താൻ വരുന്ന ആൾക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്ന് എനിക്ക് വാശി. അതെന്തായാലും നന്നായി. ആദ്യം നമുക്കിതൊന്ന് പൊളിച്ച് പണിയണം. സീറ്റൊക്കെ മാറ്റി AC വെച്ച് ഡീറ്റെയിൽസ് ആക്കി റിലീസ് പടം തന്നെ കൊണ്ടുവന്ന് കളിപ്പിക്കണം. അന്ന് പ്രേംനസീർ വന്നെങ്കിൽ ഇന്ന് മമ്മൂട്ടിയെ കൊണ്ടുവരണം. ഒപ്പം മോഹൻലാലും ആയിക്കോട്ടെ. ഇത് വിൽക്കണ കാര്യം ആലോചിക്കുമ്പോ എന്റെ ചങ്ക് പടക്കിയ മോനെ. പക്ഷെ പിള്ളേർക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് തന്നു വിചാരിച്ച് എപ്പോ വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം. ഒരു കസേര വർഗീസേട്ടനായിട്ട് എപ്പോഴും ഇവിടെ ഉണ്ടാവും. കസേരയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, നിങ്ങൾ കച്ചവടം പറയും. 6 മാസത്തെ എഗ്രിമെന്റ്, ഒരു 5 ലക്ഷം റുപ്യ ഇപ്പൊ കയ്യിലേക്ക് തരും. ബാക്കി 6 മാസം കഴിഞ്ഞ് രജിസ്ട്രേഷന്റെ സമയത്ത്. അതൊന്നും പറ്റില്ല, റെഡി കേഷൻ ആളുള്ളതാ. എന്നാ ഇങ്ങനെ വേണമെങ്കിൽ ഇത് അവർക്ക് കൊടുത്തോട്ടെ, നമുക്ക് പോവാ. അങ്ങനെയല്ല, തീരെ 6 മാസം കഴിഞ്ഞു മതി. അവർക്ക് തിയേറ്റർ നടത്താനല്ല, നിങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ. മോൻ ഐശ്വര്യമായിട്ട് കിഴക്കോട്ട് തിരിഞ്ഞ് അഡ്വാൻസ് തന്നെ. ഇവിടെ കിഴക്ക് എവിടെയാ? അതെ, കിഴക്കോട്ട് തിരിഞ്ഞ് തന്നാലും പടിഞ്ഞാട്ട് നിന്ന് വാങ്ങിക്കുന്നതിൽ ഐശ്വര്യ കുറവൊന്നുമില്ലല്ലോ. ഏതായാലും കച്ചവടം നടക്കട്ടെ, എനിക്കിത് കണ്ടു നിൽക്കാൻ വയ്യ, ഞാൻ പോവേണം. ചാളയുടെ അയിലയുടെ വില അല്ലാതെ വേറെ ഒന്നും അറിയാൻ പാടില്ലാത്ത കിഴങ്ങനാ. മേലാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ ഒരു ബിസിനസ് ചെയ്യുമ്പോ കൂടെ കൊണ്ടുവരരുത്. എന്ത് പാവം? കാശിതാ മോനെ. ഗുഡ് മോർണിംഗ്. ലക്ഷ്മി, സ്റ്റാൻഡ് അപ്പ്. ഈ സ്കൂളിൽ ചില ഡിസിപ്ലിൻസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഉണ്ട്. യു ഷുഡ് നോ ദാറ്റ്. വേർ വർ യു ലാസ്റ്റ് വീക്ക്? അമ്മയ്ക്ക് അസുഖം കൂടുതലായിരുന്നു മാം. ഈ ഒരു എക്സ്ക്യൂസ് ലക്ഷ്മി ഈ വർഷം എത്രാമത്തെ പ്രാവശ്യം പറയുന്നതെന്ന് അറിയാമോ? ഗോ ഔട്ട്. ഇന്ന് മുഴുവൻ പുറത്ത് നിന്ന് പഠിച്ചാൽ മതി. നാളെ പാരന്റ്സ് വരട്ടെ, ക്ലാസ്സിൽ കയറണോ വേണ്ടയോന്ന് എന്നിട്ട് ആലോചിക്കാം. മാം അത് ഷട്ട്. ഒരു മടിയുമില്ലാതെ നുണ പറയാൻ കുട്ടിക്ക് എങ്ങനെ പറ്റുന്നു? കഴിഞ്ഞ വെനസ്ഡേ കുട്ടിയുടെ അച്ഛനും അമ്മയും ബസ്സിൽ കയറി പോണത് ഞാൻ കണ്ടതാണല്ലോ. മകൾക്ക് മന്ത്ലി ടെസ്റ്റ് ഉള്ളപ്പോൾ മാത്രം അമ്മയ്ക്ക് അസുഖം വരുന്നത് എങ്ങനെയാണെന്ന് അവർ നേരിട്ട് വന്ന് പറയട്ടെ. റെപ്യൂട്ടഡ് ആയ സ്കൂളിൽ PTA ഹെൽപ്പിൽ ഫീസില്ലാതെ പഠിക്കുമ്പോൾ നിങ്ങളെ പോലുള്ളവർ പഠിപ്പിനോടെങ്കിലും ജസ്റ്റിസ് കാണിക്കണം. ക്ലിയർ ഫ്രം ദ ക്ലാസ്. ഐ സേ ക്ലിയർ ഔട്ട്. Last day we discussed about law of constant proportions. In a compound such as water, the ratio of mass of hydrogen to the mass of oxygen is always 1:8. Whatever the source of water, if 9g of water is decomposed, ലക്ഷ്മിക്ക് വയ്യാന്ന് തോന്നുന്നു. Ashwati, what are you doing there? ലക്ഷ്മി, അയ്യോ ലക്ഷ്മി, എന്താ? ലക്ഷ്മി, ലക്ഷ്മി, ലക്ഷ്മി എന്ത് പറ്റി? അയ്യോ മോളെ, ലക്ഷ്മി, എന്ത് പറ്റി? അമ്മയ്ക്കല്ല മാം, ഇവൾക്ക് അസുഖം. പേഷ്യന്റ് ആണെന്ന് സ്കൂളിൽ അറിയണത് ഇവൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണോ പറയണത്? പ്രാർത്ഥിക്കല്ലാതെ ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾക്ക് വേറെ എന്താ വഴി സാർ? മാസാമാസം ഡയാലിസിസിന് കൊണ്ടുപോകുന്നത് തന്നെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കടം മേടിച്ച. കോയമ്പത്തൂര് ഭാര്യയുടെ ഒരു ചേട്ടനുണ്ട്, മൂപ്പരുടെ പരിചയത്തിലുള്ള ആശുപത്രിയിലെ ചികിത്സ. ഡോക്ടർ എന്താ പറയുന്നത്? കാശുണ്ടെങ്കിൽ ഡോണറുണ്ട്. രക്തം പരിശോധിച്ചപ്പോൾ ഞങ്ങളുടെ 2 പേരുടെയും ചേരൂല. ലക്ഷങ്ങളുടെ കാര്യമല്ലേ, എന്നെക്കൊണ്ട് കൂട്ടിയാ കൂടണ്ടേ?
ലക്ഷങ്ങളെന്ന് വെച്ചാ എത്ര വേണമെന്നാ? 4-5 ലക്ഷം. സ്വന്തമായിട്ട് ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്തവന് ആര് തരാനാ ഇത്രയും പണം? ഞാൻ തന്നാലോ? ഡോക്ടറോട് സംസാരിച്ചിട്ട് ഓപ്പറേഷനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തോളൂ. ഇത്രയും പണം എൻ്റെ മകളാണെങ്കിൽ ഞാൻ ചെയ്യില്ലേ? അവളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടല്ലേ ലക്ഷ്മി. അപ്പോൾ ലക്ഷ്മി എനിക്ക് മോളെ പോലെയല്ലേ? അവൾക്കൊരാവശ്യം വരുമ്പോൾ ഞാനല്ലേ സഹായിക്കേണ്ടത്? ഔദാരിയാണെന്നൊന്നും വിചാരിക്കണ്ട, കടമായിട്ട് കൂട്ടിയാൽ മതി. ഇല്ല സാറേ, മരക്കമ്പനിയിലെ കണക്കെഴുത്ത് പണി കൊണ്ട് ഈ ജീവിതകാലത്തൊന്നും എനിക്കത് തിരിച്ചു തരാൻ കഴിയില്ല. വേണ്ട, ലക്ഷ്മി പഠിച്ച് മിടിക്കുകയെ ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഞാനത് തിരിച്ചു മേടിച്ചോളാം, പോരെ? ആവശ്യമുള്ളവന് നൽകുമ്പോഴേ പണത്തിന് വിലയുള്ളൂ എന്ന് പറയാറില്ലേ? ഇപ്പം അതിനാവശ്യം നിങ്ങൾക്ക്. പണമില്ലാത്തതുകൊണ്ട് മോളുടെ അസുഖം മാറാതിരിക്കണ്ട. ഫോട്ടോ നല്ലതൊന്നും ഇരിപ്പില്ല എന്നാ അവള് പറയണത്. പുതിയതൊരെണ്ണം എടുപ്പിച്ചിട്ട് ഞാൻ അങ്ങോട്ട് എത്തിക്കാം. ഓ ധാരാളം മതി. അങ്ങോട്ട് തന്നിട്ടുള്ള കുറിപ്പില് അവന്റെ ഇമെയിൽ അഡ്രസ് ഉണ്ടല്ലോ, നേരിട്ട് അവനെ തന്നെ അയച്ചാലും മതി. അപ്പൊ മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞു ഉറപ്പിക്കല്ലേ? അതെന്ത് കാര്യം? അല്ല, പെങ്ങളെ എങ്ങനെ പന്തലിൽ നിന്ന് പുറത്തിറക്കി വരണമെന്ന് അജേന്ദ്രൻ നായർക്ക് മറ്റാരും പറഞ്ഞു കൊടുക്കണ്ടല്ലോ. വേണ്ടത് ചെയ്യുമെന്ന് നമുക്കറിയാം. തന്റെ 3% കമ്മീഷനല്ലേ, അതങ്ങ് തരും. അപ്പൊ ഇറങ്ങാം. വരട്ടെ ചെന്നാരെ. അവളെവിടെ? അകത്തുണ്ട്. അജയനോട് നിനക്കൊരു സൂചന കൊടുക്കായിരുന്നു. ഇതിപ്പോ നമ്മളെല്ലാം അറിഞ്ഞിട്ട് അവനീന്ന് മാത്രം ഒളിപ്പിച്ചു എന്ന് വരുമ്പോ. അവരെ സംഭാവന പിരിക്കാൻ വന്നവരല്ല. ഇനിയുള്ള കാലം മകള് കഴിയേണ്ടത് ആ വീട്ടിലാ. ഇങ്ങനെ പെരുമാറാനായിരുന്നെങ്കിൽ അച്ഛനൊന്നും ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല. ഇനിയിപ്പോ ഈ വയസ്സുകാലത്ത് പെരുമാറ്റശീലം മാറ്റിയെടുക്കാന്ന് വെച്ചാ ഇത്തിരി കഷ്ട. വേണ്ടി വരും. ആ ചെറുക്കനെ MBA കാരനാ. എന്നിട്ടും ഈ ഓണം കയറാ മൂലയിൽ വന്ന് പെണ്ണ് കെട്ടാൻ തീരുമാനിച്ചതേ കറവക്കാരൻ അച്യുതൻ നായരുടെ മോളായതുകൊണ്ടൊന്നുമല്ല, അജേന്ദ്രൻ നായരുടെ പെങ്ങളായതുകൊണ്ട് തന്നെ. അപ്പൊ ഇത്തിരി ബഹുമാനം കൂടുതൽ കൊടുക്കേണ്ടി വരും. എങ്കിൽ താലി കെട്ടാൻ അജേന്ദ്രൻ നായർ തന്നെ കഴുത്ത് നീട്ടി കൊടുക്കേണ്ടി വരും. ഇത് ഈ വക കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് മുമ്പ് അവളുടെ മനസ്സറിയണ്ടടാ. എന്താ അവളുടെ മനസ്സിൽ? നിന്നോട് നല്ല നേരം നോക്കി പറയാനിരിക്കുകയായിരുന്നു ഞാൻ. അവൾക്കൊരു ചെറുക്കനെ ഇഷ്ടോ? പ്രേമോ ചുറ്റിക്കറങ്ങലോ ഒന്നുമില്ല, ഒരു ഇഷ്ടം. പള്ളിമുക്കിലെ ഓഫ്സെറ്റ് പ്രിന്റിംഗ് പ്രസ് ഇല്ലേ, അവിടെ DTP ചെയ്യണ ചെറുക്കനാ സജീവൻ. ഞാൻ അവനെ കണ്ട് സംസാരിച്ചതാ. അവനാവുമ്പോ നമ്മുടെ നിലയ്ക്കും ചേരും. ഓഹോ, അപ്പൊ എല്ലാരും കൂടി തീരുമാനം എടുത്തിട്ട് എന്നൊരു കോമാളിയാക്കാൻ മനഃപൂർവ്വം ഒളിപ്പിച്ചു വെക്കായിരുന്നു അല്ലേ? എന്നാ പിന്നെ എന്റെ തീരുമാനം ഞാൻ പറയാം. എന്റെ പെങ്ങൾ എന്നെ അനുസരിക്കും. ഞാൻ നിശ്ചയിച്ച ചെറുക്കനെ തന്നെ അവള് വിവാഹം കഴിക്കും. അത് നടക്കില്ല ഏട്ടാ. വേണ്ട, കയ്യാങ്കളി വേണ്ട. പ്രായപൂർത്തിയായ പെൺകുട്ടികളെ തല്ലാൻ ചേട്ടനെന്നല്ല ആർക്കും അവകാശമില്ല. അവളുടെ കാര്യം തീരുമാനിക്കാനുള്ള പ്രായം അവൾക്കായി. അതെ, എല്ലാവരും അവരവരുടെ തീരുമാനങ്ങൾ എടുക്കണം, ഞാനും. അതുകൊണ്ട് എന്റെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ചുള്ള തീരുമാനം പറയാം. ഞാൻ നിശ്ചയിച്ചത് സമ്മതിച്ചില്ലെങ്കിൽ ഇറങ്ങിക്കോണം ഈ നിമിഷം ഇവിടുന്ന്. ഇങ്ങനൊരു പെങ്ങൾ എനിക്ക് വേണ്ട. അച്ചേട്ടാ വേണ്ട. നീയും കൂടി അറിഞ്ഞിട്ടാണ് ഈ നാടകം എനിക്കറിയാം. വിശദീകരിക്കാൻ നിൽക്കണ്ട. ശ്രീകരം മോളെ, എന്നാ ഇനി വൈകിക്കണ്ട. ആ പെട്ടിയെടുത്തു. കോളേജിലേക്ക് അവിടെ നിന്നും പോവാലോ അല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? വരട്ടെ. ഇന്നത്തെ യോഗത്തിന് മാണിക്കോത്ത് അജയചന്ദ്രൻ നായർ കൂടിയുണ്ട്. വിളിക്കാൻ രമേശൻ പോയിട്ടുണ്ട്. അയാൾ കമ്മിറ്റിയിലില്ലല്ലോ, പിന്നെന്തിനാ? ഇത് വെറും കമ്മിറ്റി അല്ലല്ലോ. ഇത്തവണത്തെ ഉത്സവം എങ്ങനെ നടത്തണമെന്ന് തീരുമാനിക്കാനുള്ള യോഗല്ലേ. അപ്പൊ അജയചന്ദ്രൻ നായരും കൂടി ഉണ്ടാവുന്നതിൽ ഒരു തെറ്റില്ല, അതാ ഞാൻ പറയുന്നത്. പ്രസിഡന്റായ ഞാൻ അറിയാതെയോ? ഇതിലിപ്പോ അങ്ങനെയൊന്നും നോക്കാനില്ല എന്റെ രവീന്ദ്ര. കയ്യിൽ കാശുള്ള ഒരാള് ചെലവാക്കാനൊരിടന്തരോ എന്ന് അന്വേഷിച്ച് നടക്കുമ്പോ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം നമ്മൾ ചെയ്തു കൊടുക്കുന്നു എന്ന് കരുതിയാ മതി. അമ്പലത്തിന്റെ കാര്യങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കാൻ അജയന് താല്പര്യമുണ്ടെന്ന് ശരി തന്നെയാ. എന്ന് വെച്ച് നനഞ്ഞയുടെ കുഴിക്കാനാണ് പ്ലാനെങ്കിൽ അത് വേണ്ട. അയാള് പണ്ട് യുക്തിവാദി ആയിരുന്നില്ലേ സുഗത? ഇപ്പൊ കാശൊക്കെ ആയപ്പോ ദൈവം വേണമെന്നായോ? അതെ, പണ്ടേ നേദ്യച്ചോറ് ഉണ്ടാക്കാൻ വാങ്ങിച്ചു വെച്ച അരി ചാക്കോടെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാനല്ലോ ഷാരി താൻ. അത്ര ദ്രോഹമൊന്നും ഒരു യുക്തിവാദി ദൈവത്തോട് ചെയ്യില്ല. തർക്കം വേണ്ട. ഉത്സവം നടത്താൻ ആർക്കും സംഭാവന തരാം. പക്ഷേ അതിന് തീരുമാനമെടുക്കുന്ന കമ്മിറ്റിയിൽ അങ്ങനെ പെട്ടെന്ന് ഒരാൾ പുറത്തുനിന്ന് കയറുമെന്ന അഭിപ്രായം പറയണ്ട. അതെ, എത്തിട്ടോ. അജയൻ എത്തി. ഷാരടി ഒന്ന് എഴുന്നേറ്റേ. ഞാനോ? പിന്നല്ലാണ്ട് ഷാരടി എഴുന്നേക്ക്. ഷാരടി എഴുന്നേറ്റ് അങ്ങനെ മാറ്. നമസ്കാരം. അപ്പൊ എങ്ങനെയാ
ഇത്തവണത്തെ ഉത്സവത്തിന്റെ കാര്യങ്ങളൊക്കെ? അജേന്ദ്രൻ നായർ പങ്കെടുക്കുന്ന ഒരു യോഗത്തില് നിങ്ങളില്ലാതെ ഒരു തീരുമാനത്തിലെത്താൻ പറ്റുമോ? നല്ല കഥ. എന്തേ? എല്ലാ കൊല്ലത്തെയും പോലെ ഇത്തവണയും ഉത്സവം നടക്കും. അതിനാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. അത് തന്നെ. ചെറുമംഗലം ക്ഷേത്രത്തിന് ഒരു പാരമ്പര്യമുണ്ട്. അത് 4 പേര് അറിയുന്ന പോലെ തന്നെ ഉത്സവം നടത്തണം. പേരിനൊരു എഴുന്നള്ളിപ്പും മേളവും മാത്രമൊന്നും പോരാ. അതെ, ഒരു ഗംഭീര വെടിക്കെട്ട് സഹിതം ഉത്സവം പൊടി പൊടിക്കണം. അതൊന്നും ഇവിടെ പതിവില്ല. പതിവില്ലാത്തൊന്നും തുടങ്ങിയേക്കേണ്ട കാര്യമില്ല. ഇതാണ് കുഴപ്പം. എല്ലാം ചെറിയ രീതിയിൽ മതി എന്നുള്ള ചിലവരുടെ കാഴ്ചപ്പാടുണ്ടല്ലോ, അത് മാറണം. വെടിക്കെട്ടും മിമിക്രിയും കലാപരിപാടികളൊക്കെ ആയിട്ട് ഉത്സവം അങ്ങോട്ട് കെങ്കേമാവണം. അതിനെന്താ ചെലവെന്ന് വെച്ചാൽ അത് മുഴുവൻ ഞാൻ അങ്ങോട്ട് തരും. അതിന്റെ ആവശ്യമില്ല ജയ, അതിനല്ലേ കമ്മിറ്റിയും പിരിവൊക്കെ. എന്ത് കമ്മിറ്റി? അതേട്ടൻ തീരുമാനിച്ച ഉത്സവം അതേട്ടൻ നടത്തും. അതെങ്ങനെ പറ്റും? പ്രസിഡന്റിന്റെ അഭിപ്രായം എന്താ? എനിക്ക് ഒരു വാക്കേ ഉള്ളൂ, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നാ പിന്നെ പ്രസിഡന്റിന്റെ വിയോജന കുറിപ്പോടെ അത് കമ്മിറ്റി തീരുമാനിച്ചു അങ്ങോട്ട് മിനിസ്റ്റാക്കാം. ഉത്സവം നടത്താൻ മറ്റൊരു താൽക്കാലിക കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുകയും ചെയ്യാം. എന്താ? എന്തിനാ താൽക്കാലിക കമ്മിറ്റി? ഞാൻ ഈ സ്ഥാനത്ത് ഒഴിഞ്ഞാ പോരെ? അതിപ്പോ തന്നെ ആവാം. രവീന്ദ്രനും അജയേന്ദ്രൻ നായരും തമ്മിൽ പണ്ടെന്തെങ്കിലും പ്രശ്നം എന്ന് കരുതി അത് തീർക്കട്ടെ അമ്പല കമ്മിറ്റിയിലല്ല. എടോ കുറുപ്പേ, സകല സ്ഥലത്തും അനാവശ്യമായിട്ട് എടുത്തു വളയ്ക്കുന്ന തന്റെ നാവ് എന്റെ നേരെ നീട്ടിയാലുണ്ടല്ലോ, പ്രായം നോക്കില്ല, അടിച്ച് ചെവിക്കല് ഞാൻ പൊട്ടിക്കും. അപ്പോ ഉത്സവ കമ്മിറ്റിയുടെ മാത്രല്ല അജയേന്ദ്രൻ നായർ അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയാലും ഇവിടെ ആർക്കും ഒരു വിരോധമില്ല. അതെ, അജയൻ അതിനൊന്നും സമയം ഉണ്ടാവില്ല. വലിയ തിരക്കുള്ള ആളല്ലേ. തിരക്കുണ്ട് സുഗത. അമ്പലത്തിന്റെ കാര്യല്ലേ, ഈശ്വര നിശ്ചയം അങ്ങനെ അച്ഛാ ആവാതെ പറ്റുമോ? പ്രസിഡന്റ് അച്ഛാ പ്രസിഡന്റ്. എന്തേ? അത് തന്നെ. ആ സ്ഥാനത്തേക്ക് എന്തുകൊണ്ട് യോഗ്യൻ അജയേന്ദ്രൻ നായർ തന്നെയാ. സംശയമില്ല. എനിക്ക് സംശയം വേണ്ട. നോക്കിക്കോ, അജയേട്ടൻ ഇനി ഈ നാട്ടിലൊരു പ്രസ്ഥാനമാകാൻ പോവുകയാണ്. മഹാപ്രസ്ഥാനം. ആ പയ്യനാരാന്ന് മനസ്സിലായ? അളിയനാവാൻ പോകുന്ന ആളാ സജീവൻ. പയ്യൻ കാണാൻ തരക്കേടില്ല അല്ലേ? അവൻ എന്ത് ശമ്പളം കാണും? 3500-4000 രൂപ വേണം. എന്തേ? 4000 രൂപ കമ്പനി വക ഫ്ലാറ്റും കാറും 5 ശമ്പളമുള്ള ഒരുത്തിനെയാ അവള് പുല്ല് പോലെ തട്ടിക്കളഞ്ഞത്. ഇവന് വേണ്ടി. മൊബൈലിന്റെ ഉള്ളിലൂടെയുള്ള പ്രേമല്ലേ, മനസ്സിലങ്ങ് അത്ര കുറച്ചു പോയി കാണും. അതാ സിം എടുത്ത് കളഞ്ഞാൽ തീരില്ലേ. ഒരാളിങ്ങനെ ആട്ടോ ഡ്രൈവർ, വേറൊരുത്തെന്താ പ്രിന്റിംഗ് പ്രസ്സിലെ DTP ഓപ്പറേറ്റർ. 4 പേരോട് പറയാൻ കൊള്ളാവുന്ന ഒരു അളിയും പോലും എനിക്ക് ഇല്ലാണ്ടായി പോയല്ലോ. അതിനാർക്കും പ്രശ്നമില്ല. അതെ, വീടും കാറും ബംഗ്ലാവും ഒക്കെ നമ്മ വിചാരിച്ചാലുണ്ടാവും. പക്ഷേ നല്ല അളിയന്മാരുണ്ടാവണമെങ്കിൽ പെങ്ങന്മാര് തന്നെ മനസ്സ് നോക്കണം. ശരി. വെടിക്കെട്ടൊക്കെ നടത്തി പരിചയമുണ്ടല്ലോ അല്ലേ? ഇതാരാണ് കുറുപ്പേ? കമ്മിറ്റി പ്രസിഡന്റാ അജയേന്ദ്രൻ നായർ. വെറുതെ അല്ല വിവരക്കേട് നിൽക്കണത്. കുറുപ്പേ, ഇയാൾ ആള് ശരിയല്ല. ഒരു വെടിക്കെട്ടുകാരൻ ഇത്ര അഹങ്കാരം പാടില്ല. ശരിയാ, അജയേട്ടനെ അഹങ്കരിച്ചാൽ ഒരു അന്തസ്സുണ്ട്. അതുപോലെയാണോ വെടിക്കെട്ടുകാരൻ? നമ്മളവിടെ റോള് കണ്ടിട്ടാ നായര് പൊറിഞ്ചൂന്ന് കേട്ടിട്ടുണ്ടാ. അങ്ങനെ ഒരാളെ അന്വേഷിച്ചാണല്ലോ ഞങ്ങൾ വന്നത്. ആ ഗഡി നമ്മടെ അപ്പനാണ്. ആ ആളാ പോയി 4-5 കൊല്ലം മുമ്പ് തൃശ്ശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കിട്ട് അമ്മട്ടിന് തിരികൊളുത്തിട്ട് തിരിച്ചടന്നപ്പോ നമ്മടെ അപ്പന് ഒരു ഡൗട്ട്, തീ ശരിക്ക് പിടിച്ചിട്ടുണ്ടോന്ന്. നേരെ ചെന്ന് കുറ്റിയുടെ ഉള്ളിലേക്ക് തല നീറ്റൊരു നോട്ടനും അപ്പന്റെ തല മുകളിലേക്ക്. എന്നിട്ട് അപ്പനെന്തെങ്കിലും പറ്റിയോ? അമ്മട്ടിനൊപ്പം അപ്പന്റെ തലയൊന്ന് വിരിഞ്ഞു. ഇതേതയാള് അമ്മട്ടിനൊപ്പം തല പോയപ്പോ ജീവൻ ഉണ്ടാവോ? ഇങ്ങോട്ട് വാ. മച്ചാട് ചിനക്കത്തൂർ ഉത്രാളി മുതല് കുറ്റിയങ്കാവ് അന്തിമഹാള എന്ന് വേണ്ട തൃശ്ശൂര് പാറമേക്കാവിന്റെ വരെ വെടിക്കെട്ടെന്ന് പറഞ്ഞ നമ്മടപ്പം പൊറിഞ്ചണോ. 2 വയസ്സുള്ളപ്പോ അപ്പന്റെ ഒപ്പം പൂരപ്പറമ്പ് നിരങ്ങാൻ തുടങ്ങിയവനായി ഈ ഇനാശു. കൊച്ചുകുട്ടികള് ബലൂണും കളിത്തോക്കും പൊട്ടിച്ചു കളിക്കുമ്പോ നമ്മടെ അപ്പം നമ്മടെ കയ്യിൽ വെച്ച് തന്നത് ഈ ഡൈനോ കുട്ടികളാ. ചാവാണെങ്കിലും നമ്മടെ അപ്പൻ ചത്തോലെ ചാവണം. നടക്കും ഏതെങ്കിലും ഒരു പൂരത്തിന് ഈ നാശനുള്ള അമിട്ട് വിരിയും. അതിനെന്തിനാ പൂരം? ഒരു ഡയനി എടുത്ത് തീ കൊടുത്തിട്ട് നെഞ്ചോടെ ചേർത്ത് പിടിച്ച പോരെ? തല മാത്രമല്ല ഒടലോടെ വിരിയൂലേ? നമുക്ക് അങ്ങോട്ട് ഉറപ്പിച്ചാലോ? സീസണാ, വേറെ ആളുകൾ ബുക്ക് ചെയ്ത് പോയാൽ കൊടുക്കും. ഏതൊക്കെ പൂരങ്ങളുടെ ലിസ്റ്റാ ഈനാശു പറഞ്ഞത്? മച്ചാടി ചിനക്കത്തൂർ ഉത്രാളി മുതല് കുറ്റിയങ്കാവ് അന്തിമഹാള എന്ന് വേണ്ട തൃശ്ശൂര് പാറമേക്കാവ്. മതി 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 മതി. ഇനി ഈനാശുവിന്റെ ആ ലിസ്റ്റിലെ ഒരു പേരും കൂടി അങ്ങോട്ട് ചേർത്തോളൂ. ചെറുമംഗലം പൂരം. അതുറപ്പല്ലേ? ഈ നാശുവിന്റെ ഡൈനക്കുറ്റികൾ മോളിൽ കിടന്ന് പടയ്ക്കുമ്പോ ചെറുമംഗലം വറയ്ക്കും. ഐശ്വര്യ അഡ്വാൻസ് അതാണ്. ഈ തറവാട്ടി പറഞ്ഞ നായന്മാരൊരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ട അത് നടത്തും. ഈ നാശു എത്ര കണ്ടത്? അപ്പോ ചെറുമംഗലം പൂരത്തിന് ഒന്ന് വേഗം അവിടെ ആ കമ്മിറ്റി ഓഫീസിലേക്ക് വെച്ചോളോ. ഡൈനോള് പ്രത്യേകം വെക്കണം കേട്ടോ. അതുമേലെ ഈ നാശു പൊരിക്കാൻ പോണത്. ആനാ വെടിക്കാരൻ പൊട്ടൊന്നും തോന്നണല്ലേ? 24 നിലയ്ക്കാ പടയ്ക്കാൻ പോണേ. കളിക്കല്ലേ ദീനശുണ്. ചെറുമംഗലം ഞാൻ പൊളിക്കും. റോള്. നമസ്കാരം. നമസ്കാരം.
നമ്മുടെ അപ്പനെ ഇടയ്ക്കിടയ്ക്ക് പൂശുന്ന ഒരു നമ്പർ ഉണ്ട്. അത് അപ്പന്റെ ട്രേഡ് മാർക്കാണ്. അത് ഈ വെടിക്കിട്ട് ഞാൻ അടുത്ത് പൂശുട്ടാ. ഈ തൃശ്ശൂർ പൂരത്തിന് പൊട്ടിക്കണ നിലയമിട്ടില്ലേ, ഒന്നീന്നൊന്ന് പൊട്ടണത്. അവസാനം ഈ തരിപ്പടക്കം ആ തോരനെടുത്ത് പെടക്കണം. പടക്കും പിന്നെ പൂശി പടക്കി ഞാൻ. എന്തായി കുറുപ്പേ കാര്യങ്ങൾ? മഴ ചതിക്കോ? ചതിച്ചത് വേറെ ആളാ. കുന്നുമ്മൽ പരശുരാമൻ ദേ ഇപ്പൊ വരില്ല എന്ന് ഫോൺ വന്നേക്കുന്നു. പരശുരാമൻ വരില്ലേ? ഇവിടുന്ന് വേണ്ടപ്പെട്ട ആരെ വിളിച്ച് വിലക്കുന്ന എനിക്ക് തോന്നണത്. അതാരാ? വേറെ ആരാവൻ? ഇവിടെ പതിവായി ഉത്സവം നടത്തുന്ന ആളില്ലേ, അയാള് തന്നെ. അതെ, ഉത്സവത്തിന് തിരക്കില്ല, ഞാൻ വിളിക്കാം. ഇനിയിപ്പൊ തടം പേറ്റാൻ ലക്ഷണത്തൊരു കൊമ്പൻ എവിടുന്ന് കിട്ടുന്നുണ്ട് ഈശ്വരാ? എന്തുട്ടാ ഇഷ്യൂ? ആനയില്ലേ? ഈ മച്ചാട് മാമക്കത്തിന് ആനയില്ലട്ടാ. നല്ല ബെസ്റ്റ് കുതിരകളാണ്. ഒരു 10-18 അടി പൊക്കമുള്ള ഒരു ജാമണ്ട കുതിരനെ ഈ പടക്കാൻ നേരെ കുതിര കുറുപ്പേ, കാര്യങ്ങളൊക്കെ ഗംഭീരാവുന്നില്ലേ? ഒരാനയെ മുടക്കിന്ന് കരുതി ചെറുമംഗലം ഭഗവതിയുടെ തിടമ്പ് എഴുന്നള്ളിക്കാതൊന്നും ഇരിക്കില്ല രവീന്ദ്ര. അത് നീ മറക്കണ്ട. പൂരം നടത്താൻ തീരുമാനിച്ചത് അജയചന്ദ്രൻ നായരാ കുറുപ്പ്. കാശ് എത്ര മുടക്കിയിട്ടാണെങ്കിലും ശരി, ഒരു തലയെടുപ്പുള്ള കൊമ്പൻ തന്നെ ഭഗവതിയുടെ തിടമ്പേറ്റും മോനെ. പിടിച്ചോ, ചെമ്പൂത്ര ഗണപതി എന്ന് പറഞ്ഞൊരു കൊമ്പൻ. അങ്ങനെ താനുണ്ടോ? നല്ല ചെമ്പ് സാധനല്ലേ. കഴിഞ്ഞ മാസം തെച്ചിക്കോട്ട് പൂരത്തിന് പാപ്പാനെ 3 ആളും കുത്തിക്കുന്നുണ്ട്. ഇപ്പോഴും ചെങ്ങലയമ്മ അടിക്കണ്ടിരിക്കുക. അതുകൊണ്ട് ഇപ്പൊ ഫ്രീയാ. ഒന്ന് നോക്കിയല്ലോ. പറയോടത്ത് അടിക്കാനാ, ഇല്ലെങ്കിൽ നമുക്ക് കുതിര തന്നെ ആക്കിയാലോ. വെറുതെ പോതി പറയല്ലേട്ടാ. എന്റെ അപ്പം പൊറിഞ്ചു പണ്ട് ഫുൾ പൂരം കൊട്ടേഷൻ എടുത്തിരുന്ന ആളിന് പോയി കഥന നടക്കണോ. അതെന്തൊന്ന്? അല്ല അജയേന്ദ്രൻ നായരെ, അനിയത്തിനെ കല്യാണമായിട്ട് ഇവിടെ ചുറ്റി കറങ്ങ. അച്യുതൻ നായരായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തേ മധ്യസ്ഥതയ്ക്കാ? അല്ല, അജയേന്ദ്രൻ നായരുടെ പെങ്ങളുടെ കല്യാണം ആവുമ്പോ അത് ചെറുമംഗലം ഭഗവതിയുടെ പൂരത്തേക്കാ കേമാവണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. സംശയിക്കണ്ട ഷാരടിയെ, അജയേട്ടന് കല്യാണത്തിനേക്കാൾ വലുത് പൂരം തന്നെയാ അല്ലേ? നിങ്ങൾ കുറച്ചുപേരെ സഹകരിച്ചില്ലെങ്കിലും ഇത് ഗംഭീരമായിട്ട് തന്നെ നടക്കും. എന്റെ അപ്പന്റെ ട്രേഡ് മാർക്കാണ് കുഴിമിന്നി. അതിനുള്ള കുഴി എവിടെ കുത്തുക? എന്റെ നെഞ്ചത്ത് കുത്തടാ. എവിടെ? അയ്യോ, ഈ സ്ഥലം പോരാ. എത്തിയോ? എന്താ ഉണ്ണീഷണ വൈകിയേ? കട തുറന്ന് സാധനം കിട്ടണ്ടേ? ഷാരടി വരിക. നാളെ ഞാൻ ഉണ്ടാവില്ല അച്യുതൻ നായർ, അതുകൊണ്ട് തലേദിവസം വരാന്ന് കരുതി. അത് മോശമായില്ലോ ഷാരടി. നിവർത്തിയില്ലല്ലോ, ഉത്സവല്ലേ. ആ കൈ എന്താ ഇത്? ഇരിക്കട്ടെ. ഇതൊന്നും വേണ്ട. ക്ഷണിക്കാൻ വന്നപ്പോഴേ സമ്മാനം ഒന്നും വേണ്ടെന്ന് പറഞ്ഞതല്ലേ. ചെലവ് ഒരുപാട് വരില്ലേ? അജയേന്ദ്രൻ നായർ കല്യാണമായിട്ട് സഹകരിക്കാത്ത സ്ഥിതിക്ക് അവൻ ഷാരടിയോട് അങ്ങനെ പറഞ്ഞു? ഇല്ല, പറഞ്ഞില്ല. അപ്പൊ പിന്നെ ഷാരടി കൂടുതൽ വിഷമിക്കാൻ നിൽക്കണ്ട. ദേവസി, എന്തോ അജയൻ അന്ന് കൊണ്ടുവന്ന കുപ്പിയിലെ അടിയിൽ ലേശം കാണും, അത് ഷാരടിക്ക് എടുത്തു കൊടുക്ക്. ചെല്ല, അതങ്ങോട്ട് കഴിക്കാം. ഒക്കെ നന്നായി. താനെ പിടിക്കാത്ത അവിടെ നിൽക്കുക. ഒന്ന് ചെനക്കി നോക്കിയതാ, കല്യാണം നടത്താൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്ന് അറിയാം. കാര്യം പൂരായതുകൊണ്ട് പകല് മുഴുവൻ അമ്പലത്തിൽ തിരക്കാവും. എന്നാലും അളിയനൊന്ന് വന്നു നോക്കി പോവായിരുന്നു. അയ്യോ, രശ്മിയാണോ ഇതൊക്കെ ചെയ്യുന്നേ? അതിനെന്താ, വീട്ടിലും ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നരാതെ. എന്നാലും പഴയ രശ്മി അല്ലല്ലോ ഇപ്പോ. അജയേട്ടന്റെ ഇപ്പോഴത്തെ നിലയും വിലയൊക്കെ നമ്മൾ നോക്കണ്ടേ? കെട്ടിന്റെ സമയത്തെങ്കിലും അജയേട്ടൻ വരുമോ രശ്മിയെ? അറിയില്ല രാധേ, ഒന്നും പറഞ്ഞില്ല. ഞങ്ങള് 2 പെങ്ങന്മാർക്കുള്ള ഒരേ ഒരു കൂടപ്പറപ്പാ. പറഞ്ഞിട്ടെന്താ, ആങ്ങളയുടെ സ്നേഹം അനുഭവിക്കാനും വേണം ഒരു യോഗം. അജയേട്ടൻ അങ്ങനെ ആരോടും സ്നേഹക്കുറവൊന്നുമില്ല. അതൊന്നും പറയണ്ട. അജയേട്ടൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് എത്ര കാലായി? എന്നിട്ട് ഇന്റെ അടുത്തേക്ക് വന്ന് 2 തവണ, അതും പിള്ളേർക്ക് ഇത്തിരി ചോക്ലേറ്റ് ഉടുപ്പായിട്ട് മാത്രം. സ്വന്തമായിട്ട് വല്ല ബിസിനസ്സും തുടങ്ങാൻ സഹായിക്കാന്ന് പറഞ്ഞതല്ലേ അജയേട്ടൻ? ശിവേട്ടൻ വാങ്ങാൻ കൂട്ടാ കഴിഞ്ഞിട്ടല്ലേ? അതാണുങ്ങൾ തമ്മിലുള്ള കാര്യം. പണ്ടായിട്ടോ ബിസ്ക്കറ്റായിട്ടോ ഒരിത്തിരി പൊന്നു തന്നാ ഞാൻ വേണ്ടാന്ന് പറയോ? ശിവേട്ടൻ അത് വിലക്കാലും ഞാൻ അത് വാങ്ങുന്ന അജയേട്ടനെ നന്നായിട്ട് അറിയാം. പിന്നെന്താ തരാത്തെ? നാട്ടുകാർക്കൊക്കെ വാരിക്കോരി കൊടുക്കുക. എന്റെ കാര്യം പോട്ടെ, നിനക്ക് തന്നോടി ഒരു തരി പൊന്ന്. ദേ, നല്ലൊരു ദിവസമായിട്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അങ്ങോട്ട് പറഞ്ഞു. അത്യാർത്ഥിയുടെ കൂടെ രാധേച്ചി. ഇപ്പോഴെന്നല്ല, എല്ലാ കാലത്തും ഇങ്ങനെയാ. ഒരാളുടെ കയ്യും പിടിച്ച് അവൾ ഈ പന്തലിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ദിവസത്തെക്കുറിച്ച് എനിക്ക് ഒരുപാട് പ്രതീക്ഷകളായിരുന്നു. അതിനുവേണ്ടി കരുതി വെച്ചതാ ഈ പണവും സ്വർണമൊക്കെ. ഇനിയത് വേറെ ആൾക്ക് വേണ്ടി എടുത്തു വയ്ക്കാനില്ല. കൊടുത്തേക്ക് അവൾക്ക്. കാശുകാരനായ ഒരു ആംഗ്ലയുടെ ഉത്തരവാദിത്തം തീർക്കാനാണെങ്കിൽ അവളുടെ കയ്യിൽ തന്നെ കൊടുത്താൽ മതി. നിന്റെ ചെറുക്കനെ ഞാൻ കണ്ടു. കൊള്ളാം, സുന്ദരന.
നിനക്ക് ചേരും. അവനോട് പാസ്പോർട്ട് എടുക്കാൻ പറയണം. അവനൊരു ജോലി ശരിയാക്കാൻ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എടി പോത്തെ, എന്തിനാടി കരയണത്? നിന്നെ കെട്ടാൻ പോകുന്ന ചെറുക്കനെ കുറിച്ച് എനിക്ക് ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യ. ഇതിപ്പോ DTP ഓപ്പറേറ്റർ ആണെങ്കിലും വേണച്ച MBA എടുക്കാലോ. എന്തി നീ എന്താടി മുഖം വീർപ്പിച്ച് നിൽക്കുന്നത്? നിന്റെ കല്യാണ സമയത്ത് ഞാൻ ദുബായി പോയിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാനായിട്ടിന് പറ്റില്ല. ആ കുറവ് ഞാനിന്ന് തീർക്കുക. ഇതേ പന്തലിലേക്ക് ഇറക്കി വിടുമ്പോ നിന്റെ ഗമയ്ക്ക് ഒരു കുറവും വേണ്ട. ഇപ്പൊ എന്തായി? സമയാകുമ്പോ അജേട്ടൻ വന്ന് എല്ലാവർക്കും തരാനുള്ള തന്ന് സ്വന്തം കടമ തീർക്കുന്നു ഞാൻ പറഞ്ഞപ്പോ വിശ്വാസം വന്നില്ലല്ലോ. ദേ സത്യം. ഹലോ ഹലോ, അതെ അജയന, ഷാർജയില് എന്താ പ്രശ്നം?